അതങ്ങനെ ഒരു മാരക സങ്കീർണ സൈദ്ധാന്തിക പ്രഹേളിയൊന്നുമല്ല. മതാതീതമായി കേരളം ഒന്നാകെ ആദരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ കോടതി വിധിയാണെങ്കിലും അല്ലെങ്കിലും ആചാര ലംഘനമാണ്. നിങ്ങൾ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണോ എതിർക്കലാണോ എന്ന ചോദ്യത്തിന് ഒന്നുകിൽ അതെ അല്ലെങ്കിൽ ഇല്ല എന്ന എളുപ്പത്തിൽ പറയാവുന്ന ഒരു മറുപടി അഴകുഴമ്പൻ എന്ന് പറഞ്ഞാൽ പോരാ. അഫിഡവിറ്റ് തിരുത്തുമെന്ന ചോദ്യത്തിന് മൂർത്തം അമൂർത്തം, വെള്ളം കണ്ടാൽ മുണ്ടുപൊക്കൽ യുക്തി, അങ്ങനെ ചേമ്പിലപ്പുറത്ത് എണ്ണയൊഴിച്ച് അതിൽ വെള്ളമൊഴിച്ചാൽ എങ്ങനെ എന്ന മട്ടിൽ പാർട്ടി സെക്രട്ടറിയും സർക്കാർ വക്താക്കളും നിലപാടില്ലാത്തവരായി വീർക്കുന്നതിൽ ദയവായി കളിയാക്കരുത്. മലയാളാക്ഷരം പോലെ കുരുങ്ങി നിൽക്കലാണ്. ഉത്തരമുട്ടൽ ഏതാനും വർഷങ്ങൾക്കപ്പുറം വാരിപ്പുത്തിയ വ്യാജ നവോത്ഥാന വാഗ്ദോരണികൾ 4 വോട്ടിനും 10 സീറ്റിനും രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല എന്നൊരു ഇരട്ടച്ചെങ്കിൽ പിറന്ന വാക്കുകളുടെ മാസ് ബീജിയം ചോരവാർന്ന് ചത്തുമലച്ചതിന് അനാഥപ്രേതങ്ങൾ പാർട്ടിയെ നോക്കി കൊഞ്ഞനത്തിൽ കോക്കറി കാണിക്കുന്നത് കൊണ്ടാണ്. അയ്യോ കോടതി വിധിയാണ്, നടപ്പാക്കാതെ പറ്റുമോ എന്ന നാട്യത്തിൽ അന്ന് തന്നെ എണ്ണി പറഞ്ഞതാണ്. പള്ളിത്തർക്കമടക്കം നടപ്പാക്കാൻ കാത്തുകാത്ത് കിടന്ന് പൂതലിച്ചു പോയ കോടതി വിധികൾ ആ പുന്നപ്ര വയലാർ സേനാനി ചന്ദ്രാനന്ദനടക്കം സ്ഥാനത്തെ വഹിച്ചൊരു ദേവസ്വം ബോർഡാണ്. പ്രതിഷ്ഠ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരി സങ്കല്പമാണെന്നും അതൊരു ജെൻഡർ ഇക്വാളിറ്റി പ്രശ്നമല്ലെന്നും അറിയാത്തവരല്ല CPM സർക്കാർ. കോടതി വിധിയെന്നും പറഞ്ഞ് കുന്തവും മാറാപ്പെടുത്തെന്ന് പുറപ്പെട്ടതല്ല. 6 വർഷം മുന്നെയാണ് ജനുവരി 1-ന് കാസർഗോഡ് അതിർത്തിയുടെ അങ്ങേ തലക്കൽ KK ശൈലജ, ഇങ്ങേ തലക്കൽ ബൃന്ദ കാരാട്ട് 620 കിലോമീറ്റർ ദൂരത്തിലൊരു നവോത്ഥാന മതിൽ 55 ലക്ഷം സ്ത്രീകൾ ആഞ്ഞിറങ്ങിയ അവകാശത്തിനിടയിൽ ഒരു വ്യാജത്തിന് വേണ്ടി പൊടിച്ചു കളഞ്ഞ ലക്ഷങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ്. ആ മറവിൽ പോലീസ് കോട്ട കെട്ടിക്കയറ്റിയത് ബിന്ദു അമ്മണി, രഹന ഫാത്തിമ. ആക്ടിവിസ്റ്റുകൾക്ക് വിശ്വാസി നെഞ്ചിൽ കയറി നിരങ്ങാനുള്ള ധൈര്യത്തിന് അടിത്തറ അന്ന് സർക്കാർ പിന്തുണ. എന്നിട്ട് അയ്യപ്പ സംഗമത്തിന് അതേ ബിന്ദു അമ്മണി വരുന്നില്ലെന്ന് ഉറപ്പിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചിനെ അയച്ച നാറ്റപ്പണിക്കൊടുവിൽ സുപ്രീം കോടതിയിൽ മലക്കമറിയലാണെങ്കിൽ ആയിക്കോ, പക്ഷേ ആചാര ലംഘനത്തിന് അക്രമകാലത്തിന് കേരളത്തോട് പരസ്യമായി പറയണം മുൻകാല പ്രാബല്യത്തിൽ മാപ്പിന്റെ സമസ്താപരാധം. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ 4 വോട്ടിനും 10 സീറ്റിനും വേണ്ടി അകാലത്തിൽ അന്തരിച്ച നവോത്ഥാന മതിലിന്റെ ഗതി കിട്ടാത്ത ആത്മാവിനെ സാക്ഷിയാക്കി വേണമെങ്കിൽ അതും വിളിക്കണം. സ്വാമിയേ ശരണമയ്യപ്പ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. വിശ്വാസിയുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണല്ലോ ഞങ്ങൾ. ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തിന് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തണം. അത് തിരുത്തിയില്ലെങ്കിൽ ഇവരുടെ കാപട്യം പുറത്തു വരും. ഗവൺമെന്റ് ഉരുണ്ട് കളിക്കുകയാണ്. ഞങ്ങൾക്ക് നിലപാടെടുക്കേണ്ട സമയമായിട്ടില്ല. നിലപാടെടുക്കുമ്പോഴേ പറയേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ കോടതി തന്നെയായിട്ടില്ല. നിലപാട് കോടതിന്റെ മുമ്പ് പറയുന്നത് എന്താണ് എന്ന് പറയാൻ അത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വരട്ടെ. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ശ്രീ ബലദേവ് സച്ചിദാനന്ദനിലേക്ക് പോകുന്നു. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ഇവിടെ സർക്കാരിനും CPM-നൊക്കെ നേർക്കുനേർ മറുപടി പറയാവുന്നതേ ഉള്ളൂ. ഇവിടെ 2019 അന്നുണ്ടായ ഒരു തെറ്റ് ഞങ്ങൾ തിരുത്തുന്നു. സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് വിശ്വാസി വികാരത്തിന് അനുകൂലമായും വിശ്വാസി ആചാര സംരക്ഷണത്തിന് വേണ്ടിയാണെന്നും ഞങ്ങൾ തിരുത്തും എന്ന് വളരെ സിമ്പിളായി പറയാവുന്ന ഒരു ഉത്തരത്തിൽ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതും ട്രപ്പീസ് കളിക്കുന്നതും എന്തിനാണ്? ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ഈ വിഷയത്തിൽ CPM അതിഥികളെ വിടുന്നില്ല, അതുകൂടി അറിയിക്കുന്നു. ശ്രീ ബലദേവ് പറഞ്ഞോളൂ. ഗവൺമെന്റിന് ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടാണുള്ളത്. ഇതിനെക്കുറിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നിയമമന്ത്രിയും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് വിജയരാഘവനും അതിനെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ഹിതം എന്താണോ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഗവൺമെൻറ് വ്യക്തമാക്കിയത്. ഇന്ന് കൂടിയ സുപ്രീം കോടതി ബെഞ്ച് അത് 9 അംഗ ബെഞ്ചിന് ശുപാർശ ചെയ്യുകയും ഏപ്രിൽ 7 മുതൽ 22 വരെയാണ് അതിൻ്റെ ഹിയറിങ്ങിനായിട്ട് വെച്ചിരിക്കുന്നത്. ആ 7 മുതൽ 22 വരെ ഇപ്പോൾ 67 പെറ്റീഷനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലുള്ളത്. ഈ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡാവിറ്റുകൾ പിൻവലിക്കുകയോ പുതിയ അഫിഡാവിറ്റുകൾ ഹാജരാക്കുകയോ ചെയ്യാം. പക്ഷേ ഒരു നിയമവ്യവസ്ഥ നമുക്കുണ്ട്. ഒരു ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു അഫിഡാവിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല സുപ്രീം കോടതി വിധി പറയുന്നത്. സുപ്രീം കോടതി വിധി പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ച ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 26, ആർട്ടിക്കിൾ 17, അതുപോലെ ഹിന്ദു പബ്ലിക് പ്ലേസസ് വർഷിപ്പ് ആക്ട്, ഹിന്ദു ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും കോടതി വിധി പറയുന്നത്. അല്ലാതെ ഇടതുപക്ഷ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ്റോ ഒരു അഫിഡവിറ്റ് ഹാജരാക്കി ആ അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണോ കോടതി വിധി പറയുന്നത്? കോടതി നടപ്പിലാക്കുന്ന നിയമമാണ്. ഇവിടെ സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? CPM ചോദിക്കുന്ന ചോദ്യം, ഇവിടെ ശബരിമല സ്ത്രീ പ്രവേശന അനുകൂലമായി കൊടുത്ത അഫിഡവിറ്റ് ഈ വിശ്വാസി വികാരം മുൻനിർത്തി തിരുത്താൻ തയ്യാറുണ്ടോ? ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പും 4 വോട്ടും 10 സീറ്റും നവോത്ഥാന മതിലിന്റെ ബാഗേജും അന്ന് പറഞ്ഞ വാക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ. ശ്രീ ബലദേവ്, അതിൽ പിഴവ് പറ്റിയെങ്കിൽ സർക്കാരിന് തുറന്നു പറയാം. അതാണല്ലോ രാഷ്ട്രീയ സത്യം. അന്ന് ഞങ്ങൾക്ക് ഈ സ്ത്രീകളെ കയറ്റിയതിൽ ഞങ്ങൾക്ക് പിഴവുണ്ടായി, ഞങ്ങൾ കുറച്ചുകൂടി അതിൽ സാവകാശം കാണിക്കാമായിരുന്നു, പിഴവുണ്ടായി, ആ പിഴവിന് മാപ്പ്, ഞങ്ങളുടെ പുതിയ നിലപാട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണ്ട എന്നുള്ളതാണ്. അത് ചോദിക്കുമ്പോൾ പി രാജീവ് പറയുന്നു, ദീർഘകാലമായി ആചാരത്തിന്റെ ഭാഗമായതുകൊണ്ട് ഹിന്ദുയിസത്തിൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും സാമൂഹിക പരിഷ്കർത്താക്കളും ചേർന്ന് ഒരു കമ്മീഷൻ നിയോഗിച്ച് അവരുടെ അഭിപ്രായത്തിന് പരിഗണന നൽകണമെന്ന് അന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ സുപ്രീം കോടതി അംഗീകരിച്ചില്ല. തിരുത്തണോ തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ വരട്ടെ. എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ തിരുത്തും എന്ന് പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. ശ്രീ ബലദേവ്, അതിന് മടിക്കുന്നത് എന്തിനാണ്? അല്ല,
തീർച്ചയായിട്ടും വളരെ വർഷങ്ങളായിട്ട് വരുന്ന ഒരു ആചാരത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു ആഴത്തിൽ പഠനം നടത്തണം. ആ പഠനം നടത്തിയതിന് ശേഷം വേണം അതിനെ തിരുത്തലിലേക്ക് പോകാൻ. അല്ല ഒരു സുപ്രഭാതത്തിൽ നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ലല്ലോ. നമുക്കറിയാം കേരളത്തിൽ നമ്മൾ എത്രയോ നവോത്ഥാന മൂവ്മെൻറ്റിലൂടെ എത്രയോ ആചാരങ്ങൾ നമ്മൾ മാറ്റി. പൊതുതലത്തിലൂടെ നമുക്ക് നടക്കാൻ പാടില്ലായിരുന്നു, അത് നമ്മൾ മാറ്റിയില്ലേ. ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നില്ല, അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ മാറ്റിയതല്ല. വർഷങ്ങളോളം നടന്ന പ്രക്ഷോഭത്തിൻ്റെ പരിപാടി അനന്തരഫലമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു നവോത്ഥാന പ്രക്രിയയിലൂടെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ദുരാചാരങ്ങൾ മാറ്റാൻ കഴിഞ്ഞത്. വർഷങ്ങളോളം നീണ്ട സമരപ്രക്രിയ, ഗുരുവായൂർ സത്യാഗ്രഹത്തിലടക്കം അത്തരത്തിൽ വർഷങ്ങളോളം നീണ്ട സമരപ്രക്രിയ ഉണ്ടായി. ഇവിടെ വർഷങ്ങളോളം നീണ്ടൊരു സമരപ്രക്രിയ ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന് എന്ന നിലപാട് ഒരു CPM പറഞ്ഞില്ല. ഇവിടെ സുപ്രീം കോടതി വിധി ഉണ്ടായി. സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോൾ മറ്റു ചില ലക്ഷ്യങ്ങളുടെ താല്പര്യത്തിൽ കൂടെ അത് നടപ്പാക്കാൻ ഇറങ്ങിപ്പുറപ്പെടൽ മാത്രമാണോ? എന്തൊക്കെ പറഞ്ഞു? ഒന്ന് നവോത്ഥാന മതിൽ, ഈ പറയുന്ന 620 കിലോമീറ്റർ ദൂരത്തെ 55 ലക്ഷം 50 ലക്ഷം സർക്കാർ ഖജാനയിൽ നിന്ന് കേൾക്കുന്നത് ശരിയാണോ എന്നറിയില്ല. നവോത്ഥാന മതിൽ കെട്ടുന്നു, നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കുന്നു, അതിന് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളെ അധ്യക്ഷനാക്കുന്നു, അയാൾ പിന്നെ കൊടിയ വർഗീയത കേരളത്തിൽ പറയുന്നു, അയാളെ പിന്നെ മുഖ്യമന്ത്രി കാർപ്പോട്ടെ, അത് വേറെ കാര്യം. ഇതൊക്കെ പറഞ്ഞിട്ട് 4 സീറ്റിനും 10 വോട്ടിനും വേണ്ടി ഞങ്ങൾ നിലപാട് മാറ്റുന്നവരല്ല, അല്ലെങ്കിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചത് സ്ഥിരീകരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പം അന്ന് പറഞ്ഞ ഈ നിലപാടൊക്കെ ഇവിടെ കിടക്കുകയല്ലേ? അപ്പം ആ നിലപാട് തെറ്റായ നിലപാടാണ് എന്ന് കേരളത്തോട് സത്യസന്ധമായി പറയണ്ടേ ശ്രീ ബലദേവ്? അല്ല അത് ആദ്യം പറയേണ്ടത് ഞങ്ങളല്ലല്ലോ ഹാഷിമേ. കാരണം ഈ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആദ്യമായിട്ട് ആ വിധിയെ സ്വാഗതം ചെയ്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ്. അതുപോലെ തന്നെ BJPയുടെ അന്നത്തെ സംസ്ഥാന നേതാക്കന്മാരെല്ലാവരും ആ നിലപാടിനെ അംഗീകരിച്ചു. അതുപോലെ തന്നെ അന്നൊരു നേതാവ് പറഞ്ഞ് നമുക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണെന്ന് BJPയുടെ ഒരു ക്യാമ്പിൽ പറയുകയും ചെയ്തു. അപ്പോൾ ആദ്യം അവർ തിരുത്തിയിട്ടുണ്ടോ? രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ വിധി സ്വാഗതം ചെയ്യുന്നു, ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം. ആദ്യം സ്വാഗതം ചെയ്ത പ്രതിപക്ഷ നേതാവാണ്. അതിനുശേഷം BJP സ്വാഗതം ചെയ്തു. അതിനുശേഷം NSSന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരമായിട്ട് വന്നപ്പോൾ അതിന് SNDP മറ്റ് സമുദായങ്ങൾ പിന്തുണയ്ക്കി. ഒടുവിൽ അങ്ങനെ ശക്തമായൊരു സമരമുഖം തുറക്കുന്നത് വരെ ഇവരെ ആരും അതിന് പിന്മാറിയില്ല. അതിനുശേഷമാണ് അവർ പിന്മാറിയത്. പക്ഷേ ഗവൺമെൻറ് അതൊരു സ്റ്റേണായിട്ടൊരു നിലപാടെടുത്തു. ആ സ്റ്റേണായിട്ടുള്ള നിലപാടിൽ ഗവൺമെൻറ് ഉറച്ചു നിന്നു. അങ്ങനെ ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് തീരുമാനം മാറ്റുന്നതാണ് ഒരു ഗവൺമെൻറ്. ഒരു ശക്തമായ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കുകയും ആ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തായിരിക്കണം ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത്. വിശേഷിച്ച് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു നട്ടലുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. ആ തീരുമാനത്തോട് തന്നെയാണ് മുന്നോട്ട് പോയത്. ഇപ്പോൾ പിന്നീട് ആനുകാലികമായിട്ട് സമരങ്ങൾ ഉണ്ടായപ്പോൾ ആ സമരങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നപ്പോൾ അതിന് വ്യത്യാസമുണ്ടായപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് മാറ്റം ഉണ്ടാകണമെങ്കിൽ മാറ്റം ഉണ്ടാകും എന്ന് തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞത് ആർജവമുള്ള സർക്കാരാണ്. ഈ പറയുന്ന നവോത്ഥാന മതിലും കെട്ടി വെള്ളാപ്പള്ളി അധ്യക്ഷനുമാക്കി സ്ത്രീകളെയാണ് നിരത്തി രഹന ഫാത്തിമയും ബിന്ദു അമ്മണിയും ഒക്കെ അവിടെ കയറ്റി. നവോത്ഥാനമാണത് എന്ന് ഞങ്ങൾ നവോത്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നതല്ലേ പ്രഖ്യാപിക്കേണ്ടത്? ഇത് നവോത്ഥാനത്തോട് ആത്മാർത്ഥമുണ്ടോ? ഇല്ല. എന്നാൽ ആചാരത്തോട് ആത്മാർത്ഥമുണ്ടോ? അതുമില്ല. അങ്ങനെ ആത്മാർത്ഥത ഇല്ലാതെ 10 വോട്ടിനും 4 സീറ്റിനും വേണ്ടി തരാതരം കളിക്കാവോ ബലദേവ്? അപ്പൊ ഈ 55 ലക്ഷം സ്ത്രീകളോട് നിങ്ങൾ മാപ്പ് പറയണ്ടേ? തെറ്റിദ്ധരിപ്പിച്ച് മതികെട്ടാൻ ഇറക്കിയല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയല്ല. അങ്ങനെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇടതുപക്ഷ ഗവൺമെൻറ് യാതൊരു വിധമായ തീരുമാനങ്ങളിൽ മാറ്റം എടുത്തിട്ടില്ല. ശക്തമായ നിലപാടുകളോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് സുപ്രീം കോടതി ഉണ്ടെന്ന് സുപ്രീം കോടതി റിവ്യൂ ചെയ്ത് മാറ്റി. അതിനകത്ത് ശക്തമായ ജനകീയ പ്രക്ഷോഭമുണ്ടായി. ഗവൺമെൻറ് അനുകൂലിച്ചാണെന്ന് റിപ്പോർട്ട് കൊടുത്തത്. ജല്ലിക്കെട്ട് നിരോധിക്കണം തമിഴ്നാട് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുത്തു. സുപ്രീം കോടതി നിരോധിച്ചു. ആ സുപ്രീം കോടതി റിവ്യൂ പെറ്റീഷൻ വന്നപ്പോൾ അതനുസരിച്ച് മാറ്റി. കോടതിയുടെ ചരിത്രത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് അവരുടെ തീരുമാനം അവർ തന്നെ തിരുത്തുന്നത് വളരെ കുറച്ച് കാര്യത്തിലാണ്. ഞാൻ പറഞ്ഞത് ഇവിടെ തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ അത് പിന്നീട് ജനകീയ പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ്. സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ സുപ്രീം കോടതി സാധാരണഗതിയിൽ റിവ്യൂ ചെയ്യുമ്പോൾ അവരുടെ വിധിക്കെതിരെ അവരൊരു വിധി പറയാറില്ല. ഇവിടെ വീണ്ടും എന്താ ചെയ്യുന്നത്? 9 അംഗ ബെഞ്ചിന് വിട്ടിരിക്കുന്നു. പിന്നെ സെപ്റ്റംബർ മാസം 18 2018 വന്ന വിധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതായത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം. ആ വിധി നാളിതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല. പകരം പിന്നീട് വന്ന 67 പെറ്റീഷൻ കൂടെ ആ വിധി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ് ഈസ് ഈക്വലി ട്രൂ ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഫൈനൽ എന്നൊരു കമൻറ്റ് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഇരുന്ന 3 അംഗ ബെഞ്ച് അതെടുത്ത് 9 അംഗ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അതാണിപ്പോൾ വീണ്ടും പുനഃപരിശോധിക്കുകയും ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 22 വരെ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും കക്ഷി ചേരാം. 67 പെറ്റീഷൻ നിലവിൽ വാദപ്രതിവാദങ്ങൾ വളരെ വിശദമായി നടക്കും. 3 ദിവസം അനുകൂലിക്കുന്നവർക്കും 3 ദിവസം പ്രതികൂലിക്കുന്നവർക്കും ഉണ്ടാവാം. ഏപ്രിൽ 22 ആ വാദം പൂർത്തിയാകും. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും വിധി വരാം. ആ വിധി വന്നു കഴിഞ്ഞാൽ അത് എന്താണ്? അത് തെരഞ്ഞെടുപ്പിന് നടുവിലേക്കാണ്. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ പ്രശ്നം അതല്ല. നമ്മുടെ രാഷ്ട്രീയ പ്രശ്നം CPM വന്ന് കിട്ടിയ നവോത്ഥാന മതിലിന് കേരളത്തോട് മാപ്പ് പറയുമോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീ വസന്ത് കേൾക്കാമെന്ന് തോന്നുന്നു. ശ്രീ വസന്ത്, CPMന്റെയും സർക്കാരിന്റെയും നിലപാട് ശ്രീ വസന്ത് CPMന്റെയും സർക്കാരിന്റെയും നിലപാട് ശരിക്കൊന്ന് കാതോർത്താൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക്കായി
ലേലുവല്ലു ലേലുവല്ലു അഴിച്ചുവിട് എന്ന പഴയ മോഹൻലാൽ പറയുന്നത് പോലെ കേൾക്കാം. തെറ്റ് മനസ്സിലായ CPM-നും സർക്കാരിനും വീട് കയറി തെറ്റുപറ്റിയെന്ന് അവർ പറഞ്ഞു. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. സുപ്രീം കോടതിയിലടക്കം വിശ്വാസികൾക്കൊപ്പമാണ് എന്ന നിലപാട് സ്വീകരിച്ചാൽ അതിനെ കളിയാക്കാൻ പാടില്ല, സ്വാഗതം ചെയ്യണം. കാര്യം സർക്കാർ വിശ്വാസി പക്ഷത്തേക്ക് വരികയാണ്. ശ്രീ വസന്ത്. അല്ല, നോക്കൂ ഹാഷ്മി, ഇവർ U-turn അടിക്കും എന്നതിൽ സംശയമൊന്നും വേണ്ട. ഇനി എപ്പോഴാണ് ഇൻഡിക്കേറ്റർ ഇടുന്നത് എന്നതിൽ മാത്രമാണ് സംശയം. ഇന്നിപ്പോൾ രാജീവിനോട് ചോദിക്കുമ്പോൾ യെസ് ഓർ നോ പറയാൻ പറ്റില്ല ശബരിമല വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നിലപാട് വിശ്വാസികൾക്ക് അനുകൂലമാകുമോ ഇല്ലയോ? ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ എന്താ പാടിയിരിക്കുന്നത്? രണ്ട്, ഇനി ഇവരെ ഈ പറയുന്ന വിശ്വാസികൾക്കൊപ്പം ഇവർ നിലപാടെടുക്കുകയായിരുന്നെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ, കൊള്ളരുതായ്കൾ, അത് എന്തിൻ്റെ പേരിലായിരുന്നു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമായി മാറും. അങ്ങനെ വരുമ്പോൾ സംഘ് പരിവാറിന് ഈ നാട്ടിലെ മതേതര വോട്ടുകളിലേക്ക് കടന്നു കയറാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത്, ഒരു സമര നാടകത്തിന് വേദി ഉണ്ടാക്കി കൊടുത്തത് എന്തിനാണ് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാമല്ലോ, സംഘ് പരിവാറിൻ്റെ ഒരു വേരോട്ടം, BJP-യുടെ ഒരു വേരോട്ടം ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് ഒരു പുഷ് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നതിൽ നമ്മൾ ആരും തർക്കിക്കേണ്ട കാര്യമില്ല. ആ പുഷ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്, അല്ലെങ്കിൽ അവരുടെ തന്നെ നേതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി BJP-ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശബരിമല വിധി വരുന്ന സമയത്ത് എടുത്തുചാടി സർവകക്ഷി യോഗം പോലും വിളിക്കാതെ വിശ്വാസികളെയും സന്നദ്ധ സംഘടനകളെയും ഈ ജാതിമത അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജാതിമത സംഘടനകളെയും കേൾക്കാതെ, അതായത് ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അഭിപ്രായം ആരായാതെ എടുത്തു പുറപ്പെട്ട് ഇതാ ഞാനാണ് നവോത്ഥാന നായകൻ, അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുദേവനും ചാവറയച്ചനും ഒക്കെ എന്ന പോലെ പിള്ളേർ പഠിക്കുമ്പോൾ, നാളുകളിൽ കുട്ടികൾ പഠിക്കുമ്പോൾ പാഠപുസ്തകത്തിൽ പിണറായി വിജയനും അതിൻ്റെ അപ്പുറത്ത് വേണം എന്ന വാശിയോടുകൂടി എടുത്തുചാടി ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തു. ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തതിൻ്റെ ഫലം അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ CPM-ന് കിട്ടുകയും ചെയ്തു. അതിനുശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയതിൻ്റെ പിറ്റേ ആഴ്ചയാണ് വീട് കയറി പ്രചരണവുമായി, അങ്ങ് സൂചിപ്പിച്ച വീട് കയറിയുള്ള പ്രചരണവുമായി കോടിയേരി ബാലകൃഷ്ണനും മറ്റുമൊക്കെ വീടുകളിലേക്ക് പോകുന്നത്. അന്ന് വിശ്വാസികൾ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. പിന്നീട് സർക്കാർ ആ വിഷയത്തിൽ ഒരു പിന്നോട്ട് പോകൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ സ്വാഗതം ചെയ്യണ്ടേ? സർക്കാർ അതിൽ തെറ്റുപറ്റിയെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്താണ് ഞങ്ങൾ കിട്ടിയ നവോത്ഥാനം അതിൽ തെറ്റായി പോയി എന്ന് തുറന്നു പറയാൻ ജാള്യം ഉണ്ടാവില്ലേ? അത് ഏത് സർക്കാരിന്റെ ഈഗോ ഉണ്ടാവില്ലേ? ആ ഈഗോ നമ്മൾ മാനിക്കണ്ടേ? ആ ഈഗോ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ പറഞ്ഞ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം, രഹന ഫാത്തിമ, ബിന്ദു അമ്മണി തുടങ്ങിയവരെ കയറ്റാൻ കൊടുത്ത പിന്തുണ തെറ്റാണ്, 100% തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അയ്യപ്പ സംഗമത്തിലേക്ക് ബിന്ദു അമ്മണി വരാതിരിക്കാൻ അവർ പേട്ടയിലുണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും വല്ലാതെ വ്യാകുലപ്പെടുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിനെ അയച്ചു എന്നൊക്കെ കേൾക്കുന്നേ. അപ്പോൾ അത്രത്തോളം കരുതൽ കാണിക്കുന്ന ഒരു സർക്കാർ നിലപാടിനെ, പിന്മാറ്റത്തെ, അതിനെ മലക്കമറിയിൽ നിന്നൊക്കെ രാഷ്ട്രീയമായി പറഞ്ഞാലും പിന്തുണയ്ക്കണ്ടേ വസന്ത്? അല്ല, അവിടെ എന്താണ് പ്രശ്നം എന്നറിയാമോ? ഇവർ സുപ്രീം കോടതിയിൽ എടുത്ത നിലപാട് മാത്രമല്ല ഹാഷ്മി പ്രശ്നം. കാരണം അങ്ങനെ ഒരു വിധി വന്നതിന് ശേഷവും വിശ്വാസിയായ ഒരു സ്ത്രീ പോലും മല ചവിട്ടാൻ തീരുമാനമെടുത്തില്ല. ഒരു സ്ത്രീ പോലും, ഞങ്ങൾ ആരും അവിടേക്ക് പോകുന്നില്ല, സ്വമേധയാ വോളണ്ടറിലി ഒരാൾ അങ്ങനെ ഒരു ആവശ്യവുമായി വന്നില്ല. അങ്ങനെ വന്നാൽ മാത്രമാണ് സർക്കാരിന് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത്, സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത്. എന്നാൽ രഹന ഫാത്തിമയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ബിന്ദു അമ്മിനിയുടെ, കനകദുർഗയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഇവരെല്ലാം ഹാർഡ് കോർ ലെഫ്റ്റാണ്. ഇവരെല്ലാം CPM മെമ്പേഴ്സ് അല്ലെങ്കിൽ പോലും മെമ്പേഴ്സിനേക്കാൾ അപ്പുറത്ത് CPM-ന് വേണ്ടി നിലപാടെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ്. അതായത് കനകദുർഗയും ബിന്ദു അമ്മണിയും ഈ പറയുന്ന രഹന ഫാത്തിമയും CPM സ്പോൺസർ ചെയ്ത് നിർബന്ധിച്ചാണ് മല കയറ്റിയത് എന്നാണ് എൻ്റെ ആരോപണം, ഞങ്ങളുടെ ആരോപണം. അതായത് വിശ്വാസിയായ ഒരു സ്ത്രീ വോളണ്ടറിലി വന്നാൽ മല കയറ്റാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന നിയമപരമായ ഉത്തരവാദിത്തമല്ല, മറിച്ച് വിശ്വാസിയല്ലാത്തൊരു സ്ത്രീയെ നിർബന്ധിച്ച് മല കയറ്റാനുള്ള അതിരുകടന്ന രാഷ്ട്രീയ പ്രയോഗം. അത് ഈ പറയുന്ന രീതിയിൽ ബിന്ദു അമ്മണിയും രഹന ഫാത്തിമയും ഒക്കെ മല കയറിയതിലുള്ള ഉൾക്കളികൾ എന്താണ് എന്ന് അവർ തന്നെ പറയേണ്ടതാണ്. അവർ പറയട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അടുത്ത B. ഗോപാലകൃഷ്ണൻ, ഇവിടെ ഇന്നിപ്പോൾ G. സുകുമാർ പറഞ്ഞു പൂർത്തിയാക്കൂ ശ്രീ വസന്ത്. അല്ല 10 സെക്കൻഡ് ശ്രീ ഹാഷ്മി നോക്കൂ. അന്ന് വീട്ടിലിരുന്ന കനകദുർഗയും ബിന്ദു അമ്മണിയും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് മലകയറ്റാൻ പോയവർക്ക് ഇന്ന് അവർ പമ്പയിലോ അല്ലെങ്കിൽ എരുമേലിയിലോ എന്തിനേറെ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ വന്നാൽ പോലും പേടിക്കുന്നതും പേടിച്ചു പറക്കുകയും ചെയ്യുന്നത് കാലത്തിന്റെ കലികാളം തന്നെ എന്നേ പറയാനുള്ളൂ. ഓക്കെ, ശ്രീ B. ഗോപാലകൃഷ്ണൻ, ഇന്ന് സുകുമാരൻ നായർ പറയുകയാണ് കേന്ദ്രം ഇപ്പോഴാണല്ലോ വന്നത് എന്ന് G. സുകുമാരൻ നായർ ഇന്ന് പറയുകയാണ്. അതേസമയം ഈ കഴിഞ്ഞ 6 വർഷങ്ങളിൽ ശബരിമലയിലെ ആചാരം, സ്ത്രീ പ്രവേശനം ഉണ്ടായി, അതിനുശേഷം ആചാരം അവിടെ സംരക്ഷിക്കപ്പെട്ടു പോയി ഇടത് സർക്കാരിൻ്റെ കീഴിൽ എന്ന് G. സുകുമാരൻ നായർ പറയുകയാണ്. അതിൻ്റെ രണ്ടാം ഭാഗം വിട്ടേക്ക്. ഒന്നാം ഭാഗത്ത് കേന്ദ്രം ഇപ്പോഴാണല്ലോ വരുന്നത് എന്ന ചോദ്യത്തിനർത്ഥം കേന്ദ്രത്തിന് ആ വിഷയത്തിൽ ചെയ്യാൻ കഴിയാവുന്ന ഒന്നും ചെയ്തില്ല, പിന്നെ വീണ്ടും അഫിഡവിറ്റ് വരുമ്പോഴേക്കും വിമർശനമായി വരുന്നത് ആത്മാർത്ഥമാണെന്ന ചോദ്യം ഉണ്ടാവില്ലേ ശ്രീ B. ഗോപാലകൃഷ്ണൻ?
അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം 2020 ഫെബ്രുവരി മാസം 17-ാം തീയതി ഇതേ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ കൃത്യമായിട്ടുള്ള കേന്ദ്ര നിലപാട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പറഞ്ഞതാണ്. പക്ഷെ അന്ന് പറയാനായിട്ട് പോകുമ്പോൾ ആ സുപ്രീം കോടതിയിലെ ഒരു ബെഞ്ചിലെ ജസ്റ്റിസിന് സുഖമില്ലാതാവുകയും അതുകൊണ്ട് അന്ന് പിറ്റേ ദിവസത്തേക്ക് വാദം വയ്ക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും കൊറോണയുമായി ബന്ധപ്പെട്ടിട്ട് പിന്നൊന്നും നടന്നില്ല. 2020 ഫെബ്രുവരി മാസം 17-ാം തീയതി പറയാൻ തീരുമാനിച്ച കൊണ്ടുപോയ എല്ലാ വാദങ്ങളുമാണ് ഇന്ന് ഈ 2026 ഫെബ്രുവരി മാസം അതേ ദിവസം ഒരു ദിവസം ഇപ്പുറത്ത് ഈ ദിവസം അത് 16-ാം തീയതി ബഹുമാനപ്പെട്ട സോളിസിറ്റർ ജനറൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയിൽ പറഞ്ഞത്. ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ ഈ അഫിഡവിറ്റ് മറിച്ചും തിരിച്ചും ഒന്നും കൊടുത്തിട്ടില്ല. അത് ഉമ്മൻചാണ്ടി 2007 അച്യുതാനന്ദൻ ഗവൺമെൻറ് ആണ് ഒരു അഫിഡവിറ്റ് കൊടുക്കുന്നത്. ആ അഫിഡവിറ്റിൽ നിന്ന് ഉമ്മൻചാണ്ടിയിലേക്ക് വന്നു, വേറെ അഫിഡവിറ്റായി. അവിടെ നിന്ന് പിണറായിലേക്ക് വരുമ്പോൾ പഴയ അഫിഡവിറ്റിലേക്ക് പോയി. ഇപ്പോൾ ഇനി പുതിയ അഫിഡവിറ്റ് വരുമെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഒരു റിവ്യൂ പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ റിവ്യൂ പെറ്റീഷൻ എന്ന് പറഞ്ഞത് ടു റെക്ടിഫൈ ആൻ എറർ അപ്പാരൻറ്റ് ഓൺ ദ ഫേസ് ഓഫ് ദ റെക്കോർഡാണ്. അതെന്തെങ്കിലും ആവട്ടെ, അതിപ്പം സ്വാഭാവികമായിട്ടും ആ വിഷയത്തിൽ ഇനി വീണ്ടും ഇത് നിലനിൽക്കുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. വീണ്ടും മാറ്റിക്കൊടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയുമോ? അതിനിപ്പം നേരത്തെ ബൽദേവ് പറഞ്ഞു വിധി തന്നെ മാറ്റുകയാണല്ലോ. ശരി, ഞാൻ ആ ടെക്നിക്കൽ വിഷയത്തിലേക്ക് വരുന്നില്ല. അതിനകത്തൊരു ടെക്നിക്കാലിറ്റി ഉണ്ട് എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്നാലും ഞാൻ അതിലേക്ക് വരുന്നില്ല. ശരിയാണ്, പുനഃപരിശോധന എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ റെക്കോർഡ്സിൻ്റെ മെറിറ്റിലേക്കാണ് പോകുന്നത്. ഈവൻ ദോ വേണമെങ്കിൽ സർക്കാരിന് കൊടുക്കാം. പക്ഷെ എൻ്റെ ലളിതമായ ചോദ്യം എന്താണെന്നറിയോ? അത് ഇന്നത്തെ 24-ൽ എൻ്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് CPM ഉത്തരം പറയണം. ഒന്ന്, ഈ ഫോഴ്സ്ഫുള്ളായിട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നു എന്ന് പറഞ്ഞ് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും വിശ്വാസികൾ അതിശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കുകയും ബഹുമാനപ്പെട്ട NSS സുകുമാരൻ നായരും അതുപോലെ സാമുദായിക സംഘടനകൾ, അയ്യപ്പ സേവാ സംഘങ്ങൾ, ഇവിടെയുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും ഭക്തജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടും അവരെയെല്ലാം പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് തല്ലി, പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് 2 സ്ത്രീകളെ ബലമായി അർദ്ധരാത്രിയിൽ കയറ്റി. മാപ്പ് പറയുമോ ഈ സർക്കാർ? എൻ്റെ വളരെ ക്ലിയറായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ഞങ്ങളന്ന് ചെയ്തത് തെറ്റായിപ്പോയി. ശരി, ഇവർ അഫിഡവിറ്റ് കൊടുക്കാൻ പോകുന്നു. രാജീവ് നിയമമന്ത്രി പറഞ്ഞു നമ്മൾ വിശ്വാസികളുടെ കൂടെ നിൽക്കണം. MV ഗോവിന്ദൻ പറഞ്ഞത് മാറാത്തതൊന്നുമില്ല. അവരെപ്പോഴും അങ്ങനെയാണല്ലോ, വിശാലാർത്ഥത്തിലേ പറയുള്ളൂ. ശങ്കരാടിയോട് നമ്മുടെ സിനിമയിൽ ചോദിച്ച മാതിരി ലളിതമായി ഉത്തരം പറയാം, നിങ്ങൾ അഫിഡവിറ്റ് കൊടുക്കുകയോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരവില്ല. വലിയ തോട്ടുകളാണ് പറയണേ. എന്തെങ്കിലും ആയിക്കോട്ടെ, മാറാത്തതൊന്നുമില്ല. മാറാത്തത് ഇനിയും മാറും എന്ന് തന്നെയാണ് BJP പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, അന്ന് അർദ്ധരാത്രിയിൽ യുവതിയെ കയറ്റി അയ്യപ്പ ക്ഷേത്രത്തിനെ അശുദ്ധമാക്കി ഈ നാട്ടിലെ ഹിന്ദുക്കളെ, ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികളെ, ഈ നാട്ടിലെ ജനങ്ങളെ, ഈ നാട്ടിലെ മതേതരവാദികളെ, ഈ നാട്ടിലെ മുഴുവൻ ക്ഷേത്രവിശ്വാസികളെയും നോവിച്ച, വിഷമിപ്പിച്ച, അവരുടെ മനസ്സിൽ തീ കോരിയിടുന്നത് പോലെയുള്ള വേദന ഉണ്ടാക്കിയ ഈ കൊടും ക്രൂരതയ്ക്ക് മാപ്പ് പറയുമോ? അതാണ് എൻ്റെ ചോദ്യം. 1. 2, എത്ര കേസാ സർ? ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പേരിൽ എത്ര കേസെന്നറിയോ നിങ്ങൾക്ക്? ഞാനൊരു സംഘപരിവാർ ആയതുകൊണ്ട് മാത്രമല്ലല്ലോ, ഞാനൊരു അയ്യപ്പ വിശ്വാസി ആയതുകൊണ്ടല്ലേ. അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി NSS ആണ് ആ സമരത്തിൻ്റെ തുടക്കം കുറിച്ചത് പന്തളത്തിൽ. ആ പന്തളം എന്നാണല്ലോ തുടങ്ങുന്നത്. അത് NSSൻ്റെ ആഭിമുഖ്യത്തിലാണ്. അന്നത്തെ വനിതാ നേതാക്കന്മാർക്കും ആ അയ്യപ്പ വിശ്വാസികൾക്കുമെതിരെ കേസെടുത്തില്ലേ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ കേസ് പിൻവലിക്കുമോ? ആ കേസുകൾ പിൻവലിച്ചിട്ടുണ്ടോ? ആ കേസെടുത്തത് മാപ്പ് പറയുമോ? ആ കേസെടുത്തതിന് തെറ്റാണ് എന്ന് പറയുമോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, CPM ഒരു കത്രിക പൂട്ടില്ല. ഞാൻ ആരുടെ ഒരു ഇത് വായിച്ചു, ഒരു കത്രിക പൂട്ടില്ല. കാരണം CPM ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ കാഴ്ചപ്പാടെന്താ? താങ്കൾ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ CPM ഇതുവരെ പറഞ്ഞിരുന്നത് ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത് മൗലിക അവകാശത്തെ സംരക്ഷിക്കലാണ്.
അപ്പോൾ ആ മൗലിക അവകാശത്തെ സംരക്ഷിക്കാൻ സ്ത്രീകൾക്കുള്ള ഈ പ്രവേശന നിഷേധം മാറ്റണം. സ്ത്രീയുടെ മൗലിക അവകാശം സംരക്ഷിക്കണം. നേരെ 17ലേക്ക് വന്നു. ആർട്ടിക്കിൾ 17ലേക്കും ആർട്ടിക്കിൾ 26ലേക്കും വരുമ്പോൾ അവർ CPM അതുവരെ വാദിച്ചിരുന്നത് ഇത് എന്ന് പറയുന്നത് ഒരു അൺടച്ചബിലിറ്റിയാണ്, സ്ത്രീയോട് കാണിക്കുന്ന അൺടച്ചബിലിറ്റിയാണ്. അപ്പം ആർട്ടിക്കിൾ 13ഉം ആർട്ടിക്കിൾ 17ഉം കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പുരോഗമനവാദികളാണെന്ന് പറഞ്ഞ് നവോത്ഥാന മതിലുണ്ടാക്കിയത്. അപ്പം നവോത്ഥാന മതിൽ പൊളിഞ്ഞുപോയി, അതുണ്ടാക്കാൻ പാടില്ലായിരുന്നു. ആ നവോത്ഥാന മതിലിന് കൊടുത്ത പൈസ, ചെലവാക്കിയ പൈസ അത് CPM കയ്യിൽ നിന്ന് വയ്ക്കുമോ? CPM എന്നും ഒരു U-turn പാർട്ടിയാണ് മിസ്റ്റർ. CPM എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. ട്രാക്ടറിനെ പറ്റി തീരുമാനിച്ചു, പിന്നീട് പറഞ്ഞു ട്രാക്ടർ ആവാം, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. കമ്പ്യൂട്ടറിനെ പറ്റി എടുത്തു, കമ്പ്യൂട്ടർ ആവാം, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ പറഞ്ഞു തെറ്റുപറ്റി. മറ്റേ നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈനെ കുറിച്ച് പറഞ്ഞു, പിന്നീട് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഈ U-turn പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ U-turn പാർട്ടി ഈ വിഷയത്തിൽ ഒരു U-turn പാർട്ടിയായിട്ട് അവരത് അഫിഡവിറ്റ് മാറ്റി കൊടുക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് കൊടുക്കണം, അതിന് സ്വാഗതാർഹമാണ്. പക്ഷേ ഇതിന്റെ ഈ നേരത്തെ ചെയ്ത കൊടും ക്രൂരതയ്ക്ക് മാപ്പ് പറയുമോ? ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. നമുക്ക് CPM ചോദിക്കേണ്ട ചോദ്യമാണ്, പക്ഷേ CPM ഉത്തരം പറയില്ല. ആ ചോദ്യത്തിന് ഒരു മിനിറ്റ് ഞാൻ നിർത്തി ഒരൊറ്റ കാര്യം. അത് താങ്കൾ മറുപടി പറയണമെന്ന് ഞാൻ പറഞ്ഞില്ല. അതാണ് ഇവിടുത്തെ ചോദ്യം. അതിനാണ് LDF പിണറായി സർക്കാർ മറുപടി പറയേണ്ടത്. അത് പറഞ്ഞില്ലെങ്കിൽ ഇത് തട്ടിപ്പാണ്. ഇത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി ഒരു തട്ടിപ്പ് മാത്രമാണ്. അത് അനുവദിക്കാൻ പറ്റില്ല. രണ്ടും ക്ലിയർ ആണ്. ഇത് എല്ലാ മതവിശ്വാസികളെയും ബാധിക്കാൻ പോവാണ്. അല്ല ഇതെല്ലാ മതവിശ്വാസികളെയും ബാധിക്കാൻ പോവാണ്. ആഷി, ഇതിൻ്റെ കൂടെ മുസ്ലിം ദേവാലയത്തിൻ്റെ വിഷയം വരുന്നുണ്ട്. അപ്പോൾ CPM എടുക്കേണ്ട നിലപാട് ഇതെല്ലാ മതവിശ്വാസികളെയും ബാധിക്കുന്ന നിലപാടായിട്ട് എടുക്കുമോ? ആ ചോദ്യവും കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ താങ്കൾ ആ സമയത്ത് സമരം ചെയ്ത ആളാണ്, ജയിലിൽ പോയ ആളാണ്, ഒരുപാട് അധിക്ഷേപങ്ങൾ കേട്ട ആളാണ്, ഒരുപാട് കേസുകൾ ഇപ്പോഴും അതിൻ്റെ പേരിൽ താങ്കൾക്കെതിരെ ഉണ്ട് എന്നാണ് എൻ്റെ ധാരണ. അതായത് ഇപ്പോൾ P. രാജീവ് പറയുകയാണ്, സർക്കാർ വിശ്വാസികൾക്കൊപ്പം ആണല്ലോ, വിശ്വാസികൾക്കൊപ്പം നിൽക്കും എന്ന് P. രാജീവ് പറഞ്ഞു. അതേസമയം അഫിഡവിറ്റ് തിരുത്തും ചോദിച്ചാൽ കൃത്യ മറുപടിയില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ചോദിച്ചാൽ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണല്ലോ എന്ന കമ്മ്യൂണിസ്റ്റ് ഉദ്ധരണി അദ്ദേഹം എടുത്തുന്നയിക്കും. CPM സർക്കാരും നേർക്കുനേർ ഞങ്ങളുടെ പഴയ നിലപാടിൽ മാറുന്നു എന്ന് നേർക്കുനേർ പ്രഖ്യാപിക്കാനുള്ള ജാള്യത നമുക്ക് മനസ്സിലാക്കാവുന്നതാണല്ലോ. ആ നീക്കങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ടോ രാഹുൽ ഈശ്വർ? സ്വാമിയെ ശരണമയ്യപ്പ. ശ്രീ ഹാഷ്മി, 3 പോയിന്റുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് യുവതികൾ ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ശബരിമലയിൽ കയറൂ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് യുവതികളും ഫെമിനിസ്റ്റുകളും ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ശബരിമലയിൽ കയറൂ. മൂന്നാമത്തെ പോയിന്റ്, ഞങ്ങൾ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് യുവതികളും ഫെമിനിസ്റ്റുകളും ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ശബരിമലയിൽ കയറൂ. അവസാന അയ്യപ്പ വിശ്വാസി ജീവിച്ചിരിക്കുന്നത് വരെ അങ്ങനെ ഫെമിനിസ്റ്റുകളെയും യുവതികളെയും ശബരിമലയിൽ കയറ്റില്ല. അതിന് യാതൊരു തർക്കവും, അതിന് യാതൊരു രണ്ട് നീതിയുമില്ല. ഫാത്തിമ അല്ല ശരി ഫെമിനാസി എന്ന് പറയാം. ഫെമിനിച്ചി ഫാത്തിമ എന്നൊരു സിനിമയ്ക്ക് അവാർഡ് വരെ കൊടുത്തു കേട്ടോ, അത് വേറെ. ശരി, ഫെമിനാസികളും ശബരിമലയിൽ കയറില്ല. പക്ഷെ താങ്കൾ പറഞ്ഞത് കേൾക്കുന്നു. ഇത് എൻ്റെ മുത്തശ്ശിയാണ്. ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യം അറസ്റ്റിലായപ്പെട്ടത് 82 വയസ്സുള്ള എൻ്റെ മുത്തശ്ശിയാണ്. രണ്ടാമത് എൻ്റെ അമ്മ മല്ലിക നമ്പൂതിരിയാണ്. മൂന്നാമത് പ്രയാർ സാറും നാലാമത് ഞാനുമാണ്. ഞങ്ങളടക്കം 7-8 പേർ അന്ന് തന്നെ ശബരിമലയ്ക്ക് വേണ്ടി നിരാഹാരം കിടന്നു. അന്ന് രാജ്യത്തെ പല ആൾക്കാരും നമ്മളോടൊപ്പം ഇല്ലായിരുന്നു. പിന്നീട് അയ്യപ്പ വിശ്വാസികൾ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിയ ആൾക്കാരെല്ലാം നമ്മുടെ കൂടെ ചേർന്നു. ഇന്നും ആഗ്രഹിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. ദയവായി ശ്രദ്ധിക്കണം, ശബരിമലയിൽ സ്ത്രീകൾക്ക് യാതൊരു വിവേചനവും ഇല്ല. ലക്ഷക്കണക്കിന് സ്ത്രീകൾ എല്ലാ വർഷവും ശബരിമലയിൽ വരുന്നുണ്ട്. ശബരിമലയിൽ ഒരു പ്രായ നിയന്ത്രണം മാത്രമാണുള്ളത്. അതായത് ലക്ഷക്കണക്കിന് സ്ത്രീകൾ എല്ലാ വർഷവും ശബരിമലയിൽ വരുന്നു. പക്ഷേ ശബരിമലയിൽ 10 മുതൽ 50 വയസ്സ് വരെ യുവതികൾക്കൊരു പ്രായ നിയന്ത്രണമുണ്ട്. അതിൻ്റെ കാരണം ഓരോ അമ്പലത്തിൻ്റെയും അടിസ്ഥാനം ആ അമ്പലത്തിലെ പ്രതിഷ്ഠാ സങ്കല്പമാണ്. ശബരിമലയിലെ പ്രതിഷ്ഠാ സങ്കല്പം നൈഷ്ഠിക ബ്രഹ്മചര്യമാണ്. ഇത് ആർട്ടിക്കിൾ 25, 26 ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ സുപ്രീം
ഭരണഘടന നൽകുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് കാരണം നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ട്. ഇനി ശബരിമല പ്രക്ഷോഭം എന്തായിരുന്നു? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിശ്വാസ പ്രക്ഷോഭമാണ്. കഴിഞ്ഞ 75 വർഷങ്ങളിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിശ്വാസ പ്രക്ഷോഭമാണ്. സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധിന്യായത്തെ വിശ്വാസികൾ വിശ്വാസം കൊണ്ട് മറികടന്നതാണ്. ആദ്യം എല്ലാവരും ഒന്ന് പകച്ചു നിന്നെങ്കിലും എല്ലാവരും ഒരുമിച്ച് വന്നു. NSS വന്നു, എല്ലാ ഹിന്ദു സമുദായത്തിലെ ആൾക്കാർ വന്നു, RSS വന്നു, കോൺഗ്രസ് വന്നു, പിന്നെ അവസാനം CPM-കാർ പോലും അനുകൂലമായ നിലപാടെടുത്തു. ആ നിലപാടിൽ ഒരുമിച്ച് നിന്ന് നമ്മൾ കേരളം തമിഴ്നാട് ജല്ലിക്കെട്ടിനെ രക്ഷിച്ചതുപോലെ നമ്മുടെ പള്ളിക്കെട്ടിനെ രക്ഷിക്കണം. കാരണം ശബരിമലയുടെ ഭാഗത്താണ് ന്യായം, അയ്യപ്പന്റെ ഭാഗത്താണ് ന്യായം. ഇനിയും ശ്രീ ഗോപാലകൃഷ്ണൻജി പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ്. നമ്മുടെ സ്വന്തം അയ്യപ്പൻ, അതായത് നമ്മുടെ കേരളത്തിന്റെ അയ്യപ്പൻ ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജെയിൻ, പാഴ്സി അടക്കമുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഒരു കവചമായി മാറുകയാണ്. ആർട്ടിക്കിൾ 25ന്റെ സംരക്ഷകനായി മാറുകയാണ് അയ്യപ്പൻ. അതായത് ഇന്ന് നമ്മുടെ കോടതി വ്യവഹാരങ്ങളും ഇന്ത്യയുടെ സ്ഥിതിയും അറിയുന്നവർക്കറിയാം, ശബരിമലയിൽ ഇനി യുവതികൾ കയറാനുള്ള സാധ്യത തുലവും വിരളമാണെന്ന്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. ഞങ്ങളുടെ എല്ലാം വേദന കണ്ട് സുപ്രീം കോടതി 5 അംഗ ബെഞ്ചിൽ നിന്ന് വിധിന്യായം അവർ തന്നെ മുകളിലെ ബെഞ്ചിലേക്ക് വിട്ടു. അത് സുപ്രീം കോടതിയുടെ വിശാല മനസ്കത. പക്ഷേ ശബരിമലയിൽ യുവതികൾ കയറാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്തു പറ്റുന്നു? എല്ലാ വിശ്വാസധാരകളെയും സംരക്ഷിച്ചു നിർത്തുന്ന ഒരു വൻ മതിലായി, സുരക്ഷാ കവചമായി നമ്മുടെ സ്വന്തം അയ്യപ്പൻ മാറുന്നു എന്നുള്ളതും, ആർട്ടിക്കിൾ 25, 26നെ സംരക്ഷിക്കുന്ന ദേവനായി നമ്മുടെ സ്വന്തം അയ്യപ്പൻ മാറുന്നു എന്നുള്ളത് നമ്മുടെ അഭിമാനമാണ്. പിന്നെ ബൽദേവ് ജിയോട് ഒരൊറ്റ കാര്യം, അദ്ദേഹത്തിനുള്ള മറുപടി 1991 S മഹേന്ദ്രൻ വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതി പറയുന്നു, രാഹുൽ ഈശ്വർ അല്ല, ഹൈക്കോടതി പറയുന്നു, നൂറ്റാണ്ടുകളായി ശബരിമലയിൽ ജാതീയതയില്ല, നൂറ്റാണ്ടുകളായി ശബരിമലയിൽ വർഗീയതയില്ല. കാര്യം ശബരിമല എല്ലാ നൂറ്റാണ്ടുകളിലും എല്ലാ ജാതി സമുദായങ്ങളെയും മതസമുദായങ്ങളെയും സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഒരു ക്ഷേത്രത്തെ മറ്റു പല പ്രാക്ടീസുകളുമായി കൂട്ടിക്കെട്ടരുത്. അതായത് പണ്ട് ഉണ്ടായിരുന്ന അൺടച്ചബിലിറ്റി ആയി കൂട്ടിക്കെട്ടരുത്. ശബരിമലയിൽ ഇന്നുമല്ല ഒരിക്കലും ജാതീയതയും വർഗീയതയും ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നത് 1991 S മഹേന്ദ്രൻ വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ വിധിയാണ്. ആ അഭിമാനമായ ക്ഷേത്രത്തിന്റെ സവിശേഷതകളും യുണീക്നെസ്സും മനസ്സിലാക്കാതെ പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് ഫെമിനാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് വേണ്ടി, കപട പുരോഗമനവാദികൾക്ക് വേണ്ടി ഇരുളിന്റെ മറവിൽ ബിന്ദു അമ്മിണിയെയും കനകദുർഗയും പിന്നീട് രഹന ഫാത്തിമ അടക്കമുള്ള ആൾക്കാരെ നേരത്തെയും ഒക്കെ കയറ്റാൻ ശ്രമിച്ചത് വിശ്വാസികളെ വഞ്ചിച്ചതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. അവർക്കതിൽ കുറ്റബോധം ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. വീട് കയറി പറഞ്ഞത് വീട്ടുകാർക്കും CPM-ന് മാത്രമല്ല അറിയൂ. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഇവിടെ ആ പറയുന്ന ഇലക്ട്രൽ തിരിച്ചടി ആലപ്പുഴയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയ കനത്ത തിരിച്ചടിക്ക് ശേഷമാണ് ഈ പറയുന്ന CPM-ന് ബോധ്യം ഉണ്ടായത്. അതിനു മുമ്പ് വലിയ വായിൽ വർത്തമാനങ്ങൾ കേട്ടതാണ് നമ്മൾ. 4 സീറ്റിനും 10 വോട്ടിനും വേണ്ടി, 4 വോട്ടിനും 10 സീറ്റിനും വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേട്ടതാണ്. നവോത്ഥാനത്തെപ്പറ്റിയും പുരോഗമനത്തെയും പറ്റിയും കാണ്ടം വർത്തമാനങ്ങൾ നമ്മൾ കേട്ടവരാണ്, സെമിനാറുകൾ നമ്മൾ കേട്ടവരാണ്. മാളികപ്പുറത്തിന് സങ്കടം വിവാഹം നടക്കാത്തതിനാൽ, അതുകൊണ്ട് അവരുടെ കണ്ണീരൊഴുകി നദികളിൽ വെള്ളം പൊങ്ങി എന്ന് സ്വരാജ് വ്യാജം പറഞ്ഞത് കേട്ടവരാണ് നമ്മൾ. ഇതൊക്കെ സമൂഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഴത്തിൽ കൂറിക്കിടക്കുകയല്ലേ. ആ നിലപാട് മാറ്റിക്കുക, ഓക്കെ ഡൺ, നല്ല കാര്യം. പക്ഷെ നിലപാട് മാറ്റുമ്പോൾ ഈ പോയ കാലത്ത് നമ്മൾ പറഞ്ഞു വെച്ച ഈ പറയുന്ന നിലപാട് എന്ന വ്യാജത്തിൽ പറഞ്ഞു വെച്ച് തിരുത്തണ്ടേ ശ്രീ ബലദേവ്? മാപ്പ് പറയണ്ട, പോട്ടെ ശ്രീ ബി ഗോപാലകൃഷ്ണൻ മാപ്പ് പറയണ്ട, പക്ഷെ നിലപാട് തിരുത്തണ്ടേ? ഞാൻ അതിലേക്ക് വരികയാണ്. 2018 സെപ്റ്റംബർ 18 വിധിയെ ഉദ്ധരിച്ചുകൊണ്ട് 2019 അപ്പീൽ കയറ്റിക്കൊണ്ട് അന്നത്തെ ചീഫ് ജസ്റ്റിസ് SA ബോധെ ഉൾപ്പെടുന്ന ബെഞ്ച് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വറിന് അതറിയാമായിരിക്കും. അത് പറഞ്ഞ വാചകം ഇതാണ്: വെദർ ദ ഗവൺമെൻറ് വാസ് ഷുവർ ദാറ്റ് വുമൺ ഹാവ് നോട്ട് എൻറ്റേർഡ് ദ ടെമ്പിൾ പ്രൊമിസസ് ഇൻ ദ ലാസ്റ്റ് 1500 years. കഴിഞ്ഞ 1500 വർഷത്തിനിടയ്ക്ക് വെച്ച് ഈ പറയുന്ന പ്രായത്തിലുള്ള സ്ത്രീകൾ ഈ ശബരിമലയിൽ പ്രവേശിച്ചിട്ടില്ല എന്നുള്ളൊരു ഗവൺമെൻറ് എന്തായാലും ഉറപ്പുണ്ടോന്നും ആർക്ക് ഉറപ്പ് പറയാൻ പറ്റും? പന്തളം കൊട്ടാരത്തിൽ വരുന്ന കുട്ടികൾക്ക് ചോറുകൂണ് കൊടുത്തിരുന്നത് ശബരിമലയിലായിരുന്നു ചരിത്രത്തിന്റെ രേഖകളിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വിശ്വാസികൾക്കൊപ്പമാണെന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചു. മാറ്റമില്ലാത്തത് മാറ്റത്തിന് വേണ്ടിയാണെന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണോ വേണ്ട എന്ന ചോദ്യം ഇപ്പോൾ CPM-നോട് അപ്രസക്തമാണ്. ഈ മലക്കം മറിച്ചിൽ പോയ നിലപാടുകൾക്ക് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്, രാഷ്ട്രീയ സത്യത്തിന്റെ ചോദ്യം. ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്ക് വരാം. ഇവിടെ രണ്ടുപേരും ബഹുമാനപ്പെട്ട കോൺഗ്രസ് വക്താവും BJP-യുടെ ഗോപാലകൃഷ്ണൻ ചേട്ടനും ഒക്കെ പറഞ്ഞ 2 കാര്യങ്ങൾ. ഞങ്ങൾ U-ടേൺ തിരിയുന്നു. U-ടേൺ ആദ്യമായിട്ട് തിരിഞ്ഞത് ഞങ്ങളല്ല,
ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, യു ടേൺ ആദ്യമായിട്ട് തിരിഞ്ഞത് രമേശ് ചെന്നിത്തലയും BJP നേതാവാണ്. ആദ്യം വിധി സ്വാഗതം ചെയ്ത് ജനരോഷം എതിരായപ്പോൾ പെട്ടെന്ന് പാർട്ടി നിലപാട് മാറ്റിപ്പിടിച്ചത് നിങ്ങളാണ്. ഞങ്ങൾ പെട്ടെന്ന് പാർട്ടി നിലപാട് ഇതുവരെ മാറ്റിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പാർട്ടി നിലപാട് മാറ്റണമെന്നാണ്. അപ്പോൾ ശക്തമായൊരു നിലപാട് കഴിഞ്ഞ 7 വർഷമായിട്ട് ഇടതുപക്ഷ മുന്നണി എടുത്തിട്ടുണ്ട്. ആ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. മാറ്റണോ വേണ്ട ഞങ്ങൾ തീരുമാനിക്കുക. അപ്പം നിമിഷം കൊണ്ട് യു ടേൺ അടിച്ചത് NSS എന്ന് പറയുന്നൊരു പ്രസ്ഥാനമോ അയ്യപ്പ സേവാ സംഘമോ സമരവുമായിട്ട് വന്നപ്പോൾ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് എടുത്ത തീരുമാനം കാറ്റിൽ പറത്തി നട്ടലില്ലാത്ത രീതിയിലേക്ക് മാറിയത് കോൺഗ്രസ് BJPയുമാണ്. ഞങ്ങൾ 7 വർഷമായിട്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമതായിട്ട് മാപ്പ് പറയണമെന്ന് ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ പറഞ്ഞു, മറ്റെല്ലാവരും പറയുന്നു. ഞാൻ തിരിച്ചെന്ന് ചോദിച്ചോട്ടെ, 1992 ഡിസംബർ മാസം 6-ാം തീയതി ഒരു വലിയ പള്ളി ഇടിച്ച് തകർത്തിട്ട് തിരിച്ച് BJP അധികാരത്തിൽ വന്നപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ മാപ്പ് പറഞ്ഞു? സുപ്രീം കോടതിയുടെ ഫൈൻഡിങ്സ് ഉണ്ടല്ലോ, തെറ്റായിരുന്നു എന്നും അദ്വാനിയുടെ നേതൃത്വം നടന്നത് തെറ്റായിരുന്നു, സുപ്രീം കോടതി ഫൈൻഡിങ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് മാപ്പ് പറഞ്ഞു. അപ്പോൾ ഗവൺമെന്റ് നയപരമായിട്ട് എടുക്കുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ സംഘർഷം ഉണ്ടാവും, കേസുകളുണ്ടാവും. ശരിയാണ്. ഞാൻ അല്ല ബലദേവ്, ഇവിടെ പ്രശ്നമൊന്നല്ല. ഇവിടെ ബലദേവ്, ഇവിടെ സുപ്രീം കോടതി വിധി, ഇപ്പൊ സുപ്രീം കോടതി നടപ്പാക്കൽ ശരിയാണ്. സുപ്രീം കോടതി റൂൾ ഓഫ് ദ ലാൻഡ് ആണ്, അക്കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ സുപ്രീം കോടതി വിധി നടപ്പാക്കണം. പള്ളിത്തർക്കം അടക്കം നടപ്പാക്കണം. സുപ്രീം കോടതി വിധി എണ്ണി പറയാം ഏതൊക്കെയാണെന്ന്. ശ്രീ ബലദേവ്, ശരി, സുപ്രീം കോടതി വിധി നടപ്പാക്കലോ ഇല്ലയോ വേറെ കാര്യം. അവിടെ പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അത് കോടതി അറിയിക്കലാണോ ഇല്ലേ വേറെ കാര്യം. പക്ഷെ ഇവിടെ പ്രശ്നമൊന്നല്ല. ഇവിടെ പ്രശ്നം നവോത്ഥാനം ഉണ്ടാക്കാൻ സർക്കാർ ഇറങ്ങി പുറപ്പെട്ടു. ഇവിടെ ഒരു മതിൽ കെട്ടി, അതിന് 19 ലക്ഷം ചിലവായി എന്ന ആരോപണമുണ്ട് ഈ പറഞ്ഞ സർക്കാർ ഖജാനയിൽ. ആരോപണമാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത്. എനിക്ക് അതിൻ്റെ വസ്തുത ഇപ്പോഴും അറിയില്ല. അതുമാത്രമല്ല, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നവോത്ഥാനം പുരോഗമനമെന്ന് ആ ദിവസങ്ങളിൽ ആഞ്ഞു വാദിച്ചുകൊണ്ടിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ പറഞ്ഞ മാസ് ഡയലോഗുകൾ BGM ഇട്ട് സൈബർ മേഖല ആഘോഷമാക്കി. സാംസ്കാരിക നായകർ ഇപ്പം മിണ്ടുന്നില്ലെങ്കിലും അന്ന് കണ്ടം പ്രസംഗിച്ചു. ഇപ്പം നിലപാട് എന്നൊരു വാക്കില്ലേ? വോട്ടും സീറ്റും ജയവും മാത്രമേ ഉള്ളോ ശ്രീ ബലദേവ്? ഞാൻ പറയട്ടെ ഹാഷിം, ഇത് ഞാൻ പറഞ്ഞല്ലോ, 67 പെറ്റീഷനകത്ത് ശബരിമല പ്രശ്നം മാത്രമല്ലല്ലോ, അതിനകത്ത് പാഴ്സി സ്ത്രീകളുടേതുണ്ട്, മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനമുണ്ട്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താ? ഇതെല്ലാം നവോത്ഥാനമാണ്. അതിനകത്ത് ലൈംഗികപരമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ വരെ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഒരു വിഭാഗം മതം മാറിക്കഴിഞ്ഞാൽ അവരെ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നു. പെൺകുട്ടികൾക്ക് ലൈംഗിക മാറ്റം വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പരമ്പരാഗതമായി വരുന്ന ആചാരങ്ങളാണ്. ഇതെല്ലാം കൂടി ചേർത്താണ് സുപ്രീം കോടതി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നവോത്ഥാനം അത് പരിശോധിക്കട്ടെ ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, അതെല്ലാം പരിശോധിക്കട്ടെ. ഈ പറയുന്ന പ്രധാനപ്പെട്ട ചോദ്യം എഴുത്തരാൻ പറഞ്ഞു, എഴുത്തരട്ടെ. ദാവൂദി ബോറ, പാഴ്സി, ബാക്കി കാര്യങ്ങളൊക്കെ പരിശോധിക്കട്ടെ. 9 ബെഞ്ച് അതിൽ മറുപടി, ആ മറുപടി പ്രകാരം വീണ്ടും 5 ബെഞ്ച് വീണ്ടും കേൾക്കുക. അതൊക്കെ സുപ്രീം കോടതി കാര്യമല്ലേ? ഞാൻ ചോദിക്കുന്നതിന് രാഷ്ട്രീയമാണ്. ഇതിനെ CPM രാഷ്ട്രീയമായി കണ്ടതാണ്. ഇതിനെ CPM ഒരു നവോത്ഥാന സമിതി ഉണ്ടാക്കുകയും വെള്ളാപ്പള്ളി അധ്യക്ഷനാക്കി വെക്കുകയും നവോത്ഥാനം അതിൽ കെട്ടുകയും നവോത്ഥാന നായകന്മാരാവും നോക്കുകയും ചെയ്തതാണ്. അത് ഞങ്ങൾക്ക് പറ്റിപ്പോയി പിഴവാണ്. ഞങ്ങളത് പറഞ്ഞത് വ്യാജങ്ങളാണ് എന്ന് കേരളത്തോട് തുറന്നു പറയണ്ടേ രാഷ്ട്രീയ സത്യസന്ധത ഉണ്ടെങ്കിൽ CPM? ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ഞാൻ പറഞ്ഞല്ല, തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ. ഗവൺമെൻറ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും ഒരു നവോത്ഥാന മൂവ്മെൻ്റായിട്ട് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് നിലപാടുമായിട്ട് മുന്നോട്ട് പോയി. അത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആചാരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണല്ലോ. ശരിയായ ആചാരങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുകയും തെറ്റായവയെ നമ്മൾ ത്യജിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ രീതിയിലേക്ക് മാറുന്നു. അതാണല്ലോ നവോത്ഥാനം എന്ന് പറയുന്നത്. ഇന്നലെ വരെ നമ്മൾ എന്ത് വിശ്വസിച്ചിരുന്നു അത് അതേപടി വിശ്വസിച്ച് പോകണമെങ്കിൽ അത് പ്രാചീന സംസ്കാരമാണ്. അതൊരു നവോത്ഥാനത്തിൻ്റെ ഭാഗമാകത്തില്ല. ആ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നവോത്ഥാന മുന്നണി രൂപീകരിക്കുകയും ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നുള്ള സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായി ഞങ്ങൾ അതിന് മുന്നോട്ട് പോയത്. ഗവൺമെന്റ് അത് പുനഃപരിശോധിച്ചു വരുന്നുണ്ട്. ഞാനും വരുന്നുണ്ട്. ഇവിടുന്ന് എന്റെ ഞാൻ വിശ്വാസി അല്ലെങ്കിൽ എന്റെ ഭാര്യ വിശ്വാസിയാണ് പോയിട്ടുണ്ട്. 55 വയസ്സ് അവിടെ പോയിട്ടുണ്ട്. ഞങ്ങൾ അതിനും രാഹുൽ ഞാൻ തർക്കിക്കുന്നു. നവോത്ഥാനം നടപ്പാക്കാൻ സർക്കാർ ഞാൻ അതിലേക്ക് വരികയാണ്. കഷിമേ മലക്കം മറിയുന്നില്ല. ഞങ്ങൾ 7 വർഷമായിട്ട് ഞങ്ങൾ ഒരു നിമിഷം കൊണ്ട് മലക്കം മറിഞ്ഞ കോൺഗ്രസിനെയും BJP പോലെ ഞങ്ങൾ മലക്കം മറിയുന്നില്ല. 7 വർഷമായിട്ട് ഞങ്ങളുടെ സ്റ്റാൻഡ് അത് തന്നെയാണ്. പിന്നീട് ഭൂരിപക്ഷം വരുന്ന ജനത്തിൻ്റെ അഭിപ്രായം എന്താണ്? ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്ന എതിരാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, നിയമമന്ത്രി പറഞ്ഞിട്ടുണ്ട്, പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ഏപ്രിൽ മാസം 7-ാം തീയതിക്ക് ശേഷം കൊടുക്കുമ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഒറ്റ വരി ആഡ് ചെയ്തോട്ടെ. ഒരൊറ്റ വരി ആഡ് ചെയ്യുന്നുള്ളൂ.
കഴിഞ്ഞ തവണ സുപ്രീം കോടതിയിൽ സർക്കാർ കള്ളക്കണക്ക് കൊടുക്കാൻ തുടങ്ങി. ഹാഷ്മിക്ക് ഓർമ്മ കാണും, 52 യുവതികൾ കയറി എന്ന് പറഞ്ഞ് കള്ളക്കണക്ക് കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഫോൺ നമ്പർ അടക്കം ഞങ്ങൾ നമ്പർ അടക്കം വെരിഫൈ ചെയ്തപ്പം പലതും ആണുങ്ങളുടെ നമ്പറാ. എന്നിട്ട് അവസാന നിമിഷം ഹാഷ്മിക്ക് ഓർമ്മ കാണും, സുപ്രീം കോടതിയിൽ സർക്കാരിന്റെ അഡ്വക്കേറ്റ് ഈ കണക്ക് കൊടുക്കാതെ അത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ ഡീറ്റെയിൽ ആണെന്ന് വരെ പറഞ്ഞു. വാസു സാറിനെ വിട്ട് അഫിഡവിറ്റിൽ പറയാത്ത കാര്യങ്ങൾ സുപ്രീം കോടതി വാദിപ്പിച്ചു. എന്തൊക്കെ വേദനകളാണ് ഞങ്ങൾ അനുഭവിച്ചതെന്ന് ഓർക്കണം. ശബരിമലയെ വീഴുന്ന കാശെടുത്ത് ശബരിമലയ്ക്കെതിരെ വാദിച്ചു. അന്ന് ഹിന്ദു പ്രസ്ഥാനങ്ങളും NSSഉം വിശ്വാസികളും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് ശബരിമലയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഇനിയെങ്കിലും കള്ളത്തരം ഉപേക്ഷിച്ച് സത്യസന്ധമായ ഒരു നിലപാടെടുത്ത് വിശ്വാസികളോടൊപ്പം നിൽക്കുക. എന്തിനാണ് ഈ ഇരട്ടത്താപ്പ്? ശബരിമലയിൽ യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണം മാത്രമേ ഉള്ളൂ. ശരി, അതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല. അന്ന് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞ നവോത്ഥാനം, അല്ലെങ്കിൽ നവോത്ഥാനത്തിന് ഈ മണ്ണ് പാകമായിട്ടില്ലെന്ന് പറ, വേണമെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ എന്ന മട്ടിൽ നവോത്ഥാനത്തിന് മണ്ണ് പാകമായിട്ടില്ല, ഞങ്ങൾ അന്നെടുത്ത നിലപാടുകൾ തെറ്റിപ്പോയി, ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് അഫിഡവിറ്റ് തിരുത്തുന്നു എന്ന് നേർക്കുനേർ കേരളത്തോട് സത്യസന്ധമായി പറയൂ. അല്ലാതെ ഇങ്ങനെ അഴകുഴമ്പം കാണിക്കാവോ? ഞാൻ തിരികെത്താം, ഇടവേള. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അയ്യപ്പൻ സ്ത്രീ വിരോധിയല്ല, ആർത്തവും പ്രകൃതിയുമാണ് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളാരാണ്? കെ സുരേന്ദ്രനാണ് നേരത്തെ. സ്ത്രീ പ്രവേശനം വേണം എന്ന് ലേഖനം എഴുതിയാരാണ്? ഓ രാജഗോപാലാണ് നേരത്തെ. ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ RV ബാബുവിൻ്റെ സുപ്രീം കോടതി ഉത്തരവ് വന്നപ്പോൾ നിലപാടെന്തായിരുന്നു? RSSന്റെ അപ്പോഴത്തെ നിലപാടെന്തായിരുന്നു? എക്കാലത്തെ നിലപാടെന്തായിരുന്നു? ഇനി കേസ് കൊടുത്ത സുപ്രീം കോടതി വക്കീൽ അഡ്വക്കേറ്റ് പ്രേരണ സിംഗ് RSS ആണ്, അവരിപ്പോഴും BJPയുടെ പ്രധാന നേതാവാണ്. അതുകൊണ്ട് യൂട്ടേണിൻ്റെ കാര്യം പറയാൻ BJPക്ക് യഥാർത്ഥത്തിൽ അവകാശമുണ്ടോ ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ? BJPക്ക് അവകാശമുണ്ട്. BJPയുടെ ഏത് നിലപാടും BJPയുടെ വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിൽ ആ അഭിപ്രായം മാറ്റാനും മാറ്റിമറിക്കാനും BJPക്ക് കഴിയും ഒരു സംഘടന എന്ന നിലയിൽ. ആ സംഘടന എന്ന നിലയിലുള്ള അന്തസ്സ് CPM കാണിക്കട്ടെ, എന്തേ കാണിക്കാത്തത്? ഇപ്പോൾ താങ്കളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഞാനതിനോട് ശക്തമായി വിയോജിക്കുകയാണ്. നിങ്ങൾ പറയേ നവോത്ഥാനത്തിന് ഭാഗമായിട്ടില്ല കേരളത്തിൻ്റെ മണ്ണെന്ന്, പള്ളി പോയി പറഞ്ഞാൽ മതി. നവോത്ഥാനത്തിൻ്റെ മണ്ണാണ് കേരള മണ്ണ്. പണ്ഡിറ്റ് കറുപ്പനും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും നവോത്ഥാനത്തിൻ്റെ പേരിൽ കുമാരനാശാനും ചണ്ടാല ഭിക്ഷുക എഴുതി നവോത്ഥാനത്തിൻ്റെ പേരിൽ ഉഴുതു മറിച്ച ഈ മണ്ണിൽ കമ്മ്യൂണിസത്തിൻ്റെ ഭൗതികവാദത്തിൻ്റെ ഈ പാഴ്മരം നട്ടു, ഈ കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ടിപ്പം പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞ് തക്കട തരികട പരിപാടിയുമായിട്ട് ആളെ കൂട്ടി വോട്ട് കിട്ടി അധികാരത്തിൽ കയറാനുള്ള പരിപാടി വരുമ്പോൾ ഒരു സമയമാകുമ്പോൾ അതിനെ എതിർക്കേണ്ടി വരും. ആ എതിർപ്പാണ് ഇപ്പം നടക്കുന്നത്. താങ്കൾ പറഞ്ഞല്ലോ, എനിക്കറിയില്ല, കണക്കെനിക്കറിയില്ല, നവോത്ഥാന മതിലിന് എത്ര പണം വെച്ചു കണക്കെന്നെ അറിയില്ല. ശരിയാണ്, നമുക്കൊന്നും കണക്കറിയില്ല. ഇവിടെ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ, ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പം കണക്ക് നമുക്ക് അറിയണ്ടായിരുന്നില്ല. ചോദിക്കാൻ ചെന്നപ്പോൾ ഇല്ലാത്ത കിടക്ക വന്നു. അതേപോലെ ഇഷ്ടികയ്ക്കും നവോത്ഥാന മതിലിൻ്റെ ഇഷ്ടികയ്ക്കും സിമൻറ്റിനും ഇല്ലാത്ത ഗോവിന്ദൻ്റെ ഭജനയ്ക്കുമൊക്കെ എത്ര എഴുതിയെടുത്തു എന്ന് അന്വേഷിക്കാൻ ചെല്ലുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പോഴും ഒരു CPM നേതാവുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ചോദ്യത്തിന്, ഞാൻ ചോദിച്ചതിന് എനിക്ക് പകരമായി പറഞ്ഞ, എനിക്ക് മറുപടിയായി പറഞ്ഞ ഒരു നേതാവുണ്ട്. എന്താ നേതാവെന്ന് നിങ്ങൾ പറഞ്ഞതെന്ന് അറിയോ? നിങ്ങൾക്ക് ഇരുമുടിക്കെട്ടിൻ്റെ ഉള്ളിൽ യുവതികൾ നാപ്കിൻ പാഡ് വെച്ച് ശബരിമലയിൽ പോട്ടെ, നാപ്കിൻ പാഡ് ശബരിമലയിൽ വെച്ച് മാറിയാൽ മതി എന്ന് പറഞ്ഞ നേതാവുണ്ട്. ആ നേതാവ് മത്സരിക്കാൻ നിൽക്കുക കണ്ണൂരിൽ. ആ നേതാവിനെ അനുകൂലിച്ച ആളാണ് ഐഷ പോറ്റി. ആ ഐഷ പോറ്റിയാണ്, ഞാനാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത്. ആ ഐഷ പോറ്റിയാണ് ഇന്ന് കോൺഗ്രസ്സിലുള്ളത്. കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ പറയണം എന്താ അറിയോ? BJPക്കാർ കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ BJPക്കാർക്ക് ശ്രമിക്കും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി. BJPക്കാർക്ക് നേട്ടമുണ്ടാവാൻ പാടില്ല. ശബരിമലയിലെ സ്ത്രീകൾ കയറിയാലും കുഴപ്പമില്ല. ആ നിലപാടാണ് കോൺഗ്രസിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ ഐഷ പോറ്റിയുടെ കാര്യം പറഞ്ഞത്. ഐഷ പോറ്റി കോൺഗ്രസ്സിൽ വന്നല്ലോ, നിലപാട് മാറിയോന്ന് ഐഷ പോറ്റിയോട് കോൺഗ്രസ്സുകാർ ചോദിക്കണം. എന്നിട്ടിപ്പം ഇപ്പോൾ ബലദേവൻ വേറൊരു കാര്യം പറഞ്ഞു, ഗോപാലകൃഷ്ണ നിങ്ങൾ BJP മാപ്പ് പറഞ്ഞോ? എന്തിനാണ് ബലദേവ BJP മാപ്പ് പറയണത്? അടിമത്തത്തിൻ്റെ താഴികക്കുടങ്ങൾ ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും അത് തച്ച് തകർക്കണം എന്ന അന്നും ഇന്നും നാളെയും പറയുന്ന പാർട്ടി തന്നെ BJP. ഒരു മാറ്റവും ഇല്ല. അല്ല, ഈ അപ്പീൽ കൊടുത്ത വക്കീൽ BJPക്കാരിയാണ് എന്ന് ഞാൻ പറഞ്ഞതോട് താങ്കൾ പ്രതികരിച്ചിട്ടില്ല ബി ഗോപാലകൃഷ്ണൻ. ഇന്ത്യൻ അല്ലല്ല, ഈ കലാപകലുഷിതമാക്കാൻ, കേരളത്തെ കത്തിക്കാൻ ഈ പറയുന്ന സുപ്രീം കോടതിയിൽ കൊണ്ട് ഹർജി കൊടുത്ത വക്കീൽ BJPക്കാരിയാണ്. BJP പൂർവാഞ്ചൽ മോർച്ച സ്പോക്സ് പേഴ്സൺ എന്ന അവരുടെ പ്രസ്ഥാന റിപ്പോർട്ട് കിടക്കുന്നത്. അതിൽ നിന്നെങ്കിലും മാറ്റ് എന്ന് പറയണ്ടേ കേരളത്തിലെ BJP? അതിനകത്ത് സംഘടന ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് CPMനെ പറയുമ്പോൾ നിങ്ങളെന്തിനാ പൊള്ളുന്നത് ഹാഷ്മി? നിങ്ങൾക്ക് വല്ലാത്ത പൊളിച്ചെന്തിനാ? ഞാൻ CPMനെ കുറിച്ചാണ് പറയുന്നത്. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞെങ്കിൽ BJPക്കാരി ഏത് ശബരിമല സ്ത്രീ പ്രവേശനമാണ് RSകാരി കൊടുത്തത്, എന്നിട്ട് അവരെ BJP ഒഫീഷ്യൽ പദവി ഇരുത്തിയേക്കുക. താങ്കൾ പറയണ്ടേ, ഇറക്കി വിടുന്നു പറയണ്ടേ?
ഞാൻ ചോദിക്കട്ടെ, പുനഃപരിശോധന ഹർജി കൊടുത്തത് പാർട്ടിയല്ലേ? അങ്ങനെയാണെങ്കിൽ പുനഃപരിശോധന ഹർജി കൊടുത്തിട്ടുള്ളത് ക്ഷേത്ര സംരക്ഷണ സമിതിയല്ലേ, വിശ്വ ഹിന്ദു പരിഷത്തല്ലേ, ഇവിടുത്തെ ഹിന്ദു സംഘടനയല്ലേ? അതെന്താ നിങ്ങൾ പറയാത്തത്? ഏതെങ്കിലും ഒരാൾ പോസ്റ്റ് ഇട്ടതാണോ പ്രശ്നം? വ്യക്തിപരമാണ്. ഇവിടെ ശബരിമലയിൽ ആചാരലംഘനം നടത്തി സ്ത്രീകളെ കേട്ടണം എന്നാവശ്യപ്പെട്ട് ഇതിന്റെ ആണിക്കല്ലില്ലേ, ആണിക്കല്ല് ഹർജിയുടെ കാര്യമാണ് പറയുന്നത്. ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും എതിർന്നിട്ടില്ല. ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി നേരത്തെ പറഞ്ഞല്ലോ സുവർണാവസര എന്ന് പറഞ്ഞു. എന്താ സുവർണാവസരം എന്ന് പറഞ്ഞത്? പ്രതിഷേധത്തിന്, അല്ലാണ്ട് ശബരിമലയിലെ സ്ത്രീകളെ കയറ്റിയത്. ബി ജെ പിക്ക് സുവർണാവസരമാണ് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞോ? വിവരക്കേട് വിളിച്ചു പറയല്ലേ. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഓരോ നിലപാട് വരുമ്പോൾ, ഓരോ സാഹചര്യം വരുമ്പോൾ സുവർണാവസരമായിട്ട് എടുക്കും. നാളെ എടുക്കും. ഞങ്ങൾ ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളെ, ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികളെ അവരെ ഹൃദയത്തിനുള്ളിലേക്ക് കയറാൻ ഞങ്ങൾ ശ്രമിക്കും. അത് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ്. അതിനാണ് രാഷ്ട്രീയ പാർട്ടി. നിങ്ങളുടെ 24 എന്ന് പറയുന്ന ഏജൻസി എന്തിനാ ചർച്ച നടത്തുന്നത്? നിങ്ങളിപ്പോൾ ചോദിച്ച ചർച്ചയിൽ അതൊന്നും നടത്തുന്നത് ഈ നാട്ടിലെ പ്രേക്ഷകരെ 24 ആകർഷിക്കാൻ. അതിനല്ലേ നിങ്ങൾ നടത്തുന്നത്, അല്ലാണ്ട് നിങ്ങൾ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടല്ലല്ലോ. അപ്പൊ അതേപോലെ ശബരിമല വീണ്ടും ഞങ്ങൾ ഇനി ഉപയോഗിക്കും. എന്താ തെറ്റ്? അതിൽ വലിയ തെറ്റൊന്നുമില്ല. അപ്പൊ ആ വക ശബരിമല വീണ്ടും സുവർണാവസരമാക്കുമെന്ന് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. CPM-കാർ മാപ്പ് പറയണമെന്നേ. ഈ പിണറായി വിജയൻ മാപ്പ് പറയണമെന്നേ. ഐഷ പോറ്റി മാപ്പ് പറയണമെന്നേ. ഐഷ പോറ്റിയെ കയറ്റിക്കൊണ്ടുപോയില്ലേ? മാപ്പ് പറയണം ഐഷ പോറ്റി. പിണറായി വിജയൻ മാപ്പ് പറയണമെന്നേ. എന്നിട്ട് മതി ഈ യു ടേൺ പരിപാടിയൊക്കെ. ആദ്യം മാപ്പ് പറ. ആദ്യം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറ. 10,000-കണക്കിന് ആളുകളുടെ പേരിൽ എന്റെ പേരിലുണ്ട്. ഏതാണ്ട് 32 കേസ് പിണറായി വിജയൻ ഉണ്ടാക്കിയതാ. മനസ്സിലായി? പിണറായി വിജയൻ ഉണ്ടാക്കിയതാ. അപ്പൊ എനിക്ക് നൊമ്പരപ്പെടില്ലേ? എന്റെ കേസ് പിൻവലിക്കാൻ പിണറായി വിജയൻ തയ്യാറാണോ? അഫിഡവിറ്റ് മാറ്റി കൊടുക്കുമ്പോൾ എൻ്റെ പേരിലുള്ള, അയ്യപ്പ ഭക്തന്മാരുടെ പേരിലുള്ള രണ്ടുപേരാണ് കൊലപാതകം ചെയ്യപ്പെട്ടത്. പോലീസുകാർ അടിച്ച് തലയിൽ കല്ലിട്ട് കൊന്നില്ലേ? ഇതൊക്കെ മാപ്പ് പറയോ? പറയട്ടെ. അല്ലാണ്ട് ഒരു ദിവസം വന്ന് നിങ്ങൾ താങ്കൾ പറയുന്നത് പോലെ ഇവിടെ വിപ്ലവത്തിന് വിത്ത് വിതയ്ക്കാൻ സമയമായിട്ടില്ല. ഇവിടെ പുരോഗമനവാദം, മണ്ണാൻ കെട്ട പുരോഗമനവാദം. നിങ്ങൾ എന്ത് പുരോഗമനവാദമാണ് പറയുന്നത്? റോട്ടിൽ ചുംബിക്കുക, പെണ്ണുങ്ങളും ആണുങ്ങളും ചുംബിക്കുക, പുരോഗമനവാദം. നാട്ടിലെ ജനങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പുരോഗമനവാദം എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറങ്ങിയിട്ടില്ല സുഹൃത്തെ. ശ്രീനാരായണ ഗുരുവും മണ്ടത്തു പത്മനാഭനും അയ്യങ്കാളിയും ഉണ്ടാക്കിയ ആ ഉഴുതുമറിച്ച മണ്ണിൽ CPM-ന്റെ പാഴ്നിരം നട്ടു. ശരിയാണെന്ന് നട്ടു. ആ നട്ടതിൽ കുറെ അവർക്ക് നേട്ടമുണ്ടായി. ജനങ്ങൾ ഇന്ന് തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുക. ഉത്തരം പറ. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന അവരെന്ന് ഹർജി കൊടുക്കുമ്പോൾ അവരുടെ പേര് പ്രേരണ കുമാരി എന്നായിരുന്നു. എന്നിട്ട് സുപ്രീം കോടതി കേസിൽ പേര് മാറ്റി അവിടെ പ്രേരണ സിംഗ് എന്നാക്കി. മിസ് പ്രേരണ സിംഗ് എന്നാക്കി. സുപ്രീം കോടതിയിലെ RSS ഫ്രാക്ഷന്റെ പ്രധാനപ്പെട്ട നേതാവുണ്ടോ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് പ്രേരണ സിംഗ് എന്ന് പറയുന്ന വക്കീല്? BJP-യുടെ പൂർവാഞ്ചൽ മേഖല എന്തോ വലിയ നേതാവൊക്കെയാണ്. അങ്ങ് ചർച്ച കഴിയുമ്പോഴേക്കും ആ പദവിയിൽ നിന്ന് അവരൊന്ന് മാറ്റണം എന്ന് പറയണം. കാര്യം ഈ പ്രശ്നത്തിനൊക്കെ കാതലായ ഹർജി കാര്യമാണ് ഈ പ്രേരണ. ശ്രീ വസന്ത് എന്താ പറഞ്ഞ നേരത്തെ? അത് പാർട്ടി അല്ലല്ലോ സാർ, ഇത് നിഷേധിക്കുന്നു. സംഘടനാപരമായി നിഷേധിക്കുന്ന അവരുടെ ഭർത്താവ് RSS ബന്ധം അർത്ഥ മുറിക്കാൻ പറ. ഒന്നും മുറിച്ചിട്ട് എല്ലാം അങ്ങനെ നിൽക്കുക. പ്രേരണയുടെ ചുമതല മുഴുവൻ നിങ്ങളല്ലേ ഇരിക്കുന്നത്. ഈ വിഷയത്തിൽ തുഷാർ മേത്ത ഇന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഞങ്ങളുടെ സുപ്രീം കോടതിയിൽ പറഞ്ഞതാ. സുപ്രീം കോടതി പറഞ്ഞാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ശരി, ഈ പ്രശ്നത്തിന് മൊത്തം ആണിക്കല്ലായ ചൗക്കിദാർ പ്രേരണ BJP പുറത്താക്കാൻ പറ. ശരി വസന്ത്. അതൊക്കെ ഏത് പ്രേരണ വന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അതാണ് BJP. പറയൂ. ആദ്യം ഐഷ പോറ്റി കോൺഗ്രസ് കയറ്റിയില്ലേ? അങ്ങനെ പാർട്ടി വിട്ടവരെല്ലാം
നാപ്കിൻ സി തലയിൽ പി വെച്ച് എമ്മിന് കയറാൻ വേണ്ടി പറഞ്ഞ ചാനൽ ആയിഷ ചർച്ചകളിൽ പോറ്റി. വന്നിരുന്ന് മാറ്റാൻ പറ. സി പി എമ്മിന്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ടിരുന്ന ആൾ ഇന്ന് നിങ്ങളുടെ സംസ്ഥാന ഒഫീഷ്യൽ വക്താവാണ്. പേര് റെജി ലൂക്കോസ്. ഞങ്ങളുടെയൊക്കെ സ്നേഹിതനാണ്. അദ്ദേഹത്തോടു കൂടി ഒന്ന് അയാളെ ഇതൊന്നും മാപ്പ് പറയാൻ പറഞ്ഞല്ലോ. പറയണം. എനിക്ക് അങ്ങനെ തെറ്റ് ഒരു ഡസൻ പറ്റിയെന്ന് നേതാക്കളുണ്ട്, പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു. എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു. അയാൾ അപ്പൊ പറഞ്ഞത് ഐഷ പോറ്റി എനിക്ക് തെറ്റ് പറ്റി ഐഷ പോയി. പോറ്റി കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ അയാൾ എടുത്ത് പറഞ്ഞു. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഐഷ റദ്ദ് പോറ്റി ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുകയാണ്. അല്ല, കോൺഗ്രസ് പറയട്ടെ, പറയട്ടെ, അത് അല്ല. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പറയട്ടെ, വസ്തു പറയട്ടെ. എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. എന്റെ ഗോപാൽജി ഒരു കാര്യം മനസ്സിലാക്കൂ. ഈ ഐഷ പോറ്റി കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത എല്ലാ രാഷ്ട്രീയ നിലപാടുകളും റദ്ദ് ചെയ്തിട്ടാണ് അവർ കോൺഗ്രസിൽ ചേരുന്നത്. ആ രാഷ്ട്രീയ നിലപാടുകളെല്ലാം ശബരിമലയിലെ ഇത് രാഷ്ട്രീയം കളിച്ചതാണെന്നേ. നിങ്ങൾ രാഷ്ട്രീയം കളിച്ചാണ്, സി പി എം രാഷ്ട്രീയം കളിച്ചത് അല്ലെന്നേ. രാഷ്ട്രീയ നിലപാട് തന്നെയാണെന്നേ. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് അത് സുവർണാവസരമായത്. അതുകൊണ്ടാണല്ലോ പ്രേരണകുമാരിക്ക് ഈ പറയുന്ന റിട്ട് കൊടുക്കാൻ വേണ്ടി പ്രേരണ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണല്ലോ പ്രേരണകുമാരിയുടെ പേര് പ്രേരണകുമാരി എന്ന് നോക്കിയാൽ കിട്ടാത്തത്, ചൗക്കീദാർ പ്രേരണ എന്ന് നോക്കിയാൽ മാത്രം കിട്ടുന്നത്. അതുകൊണ്ടാണല്ലോ അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിങ്ങളുടെ കാവ്യ പതാക കയ്യിൽ പിടിച്ചുകൊണ്ട് അഭിമാന പുരസ്കാരം നിൽക്കുന്ന ചിത്രം വരുന്നത്. അതുകൊണ്ടാണല്ലോ മിനിഞ്ഞാന്ന് വരെ നിങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി അദ്ദേഹം അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ എക്സ്ട്രീം ഫയൽ അടക്കമുള്ള കാര്യങ്ങളിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുന്നത്. ദേശീയ വൈസ് പ്രസിഡന്റ് ആണ്. അത് കറക്റ്റ് ചെയ്യണം നിങ്ങൾ. ഹാഷ്മി അത് കറക്റ്റ് ചെയ്യപ്പെടാതെ നിങ്ങളുടെ പ്രധാനമന്ത്രി പറയണ്ട. നാടിന്റെ പ്രധാനമന്ത്രിയാ. നാടിന്റെ രാഹുൽ ഗാന്ധി ആയാലും നരേന്ദ്രമോദി ആയാലും നാടിന്റെ പ്രധാനമന്ത്രിയാ. രാഹുൽ ഗാന്ധി ആയാലും നാടിന്റെ നരേന്ദ്ര ദാമോദർദാസ് ഭായി പ്രധാനമന്ത്രി എന്ന് പറയരുത്. നരേന്ദ്ര ദാമോദർദാസ് ഭായി മോദി അത് മോശമാണ്. നരേന്ദ്ര ദാമോദർദാസ് ഭായി മോദി അതൊന്നും ഒരു അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. നരേന്ദ്ര നരേന്ദ്ര ദാമോദർദാസ് ഭായി മോദി ബിജെപിക്കാരനായ പ്രധാനമന്ത്രിയാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് പാസിവായി പറയുന്നതിനെ തെണ്ടിത്തരം എന്ന് പറയല്ലേ? അതൊക്കെ അത് നല്ല ഭാഷയല്ല. വസ്തു പറഞ്ഞു പൂർത്തിയാക്കട്ടെ. പ്രധാനമന്ത്രി അധിക്ഷേപിച്ചൊന്നും പറഞ്ഞില്ല. അല്ലല്ല, അങ്ങ് ഇത്ര റൈസാവുന്ന തരത്തിൽ പ്രധാനമന്ത്രി അധിക്ഷേപിച്ച് വൃത്തിയോടൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ എഴുതിയാൽ മതി. വസന്ത് തെണ്ടിത്തരം പറയാമോ? അല്ല വസ്തു ശബരിമല വിഷയത്തിൽ ഇരട്ടത്താപ്പ് വെളി വരുമ്പോ അദ്ദേഹത്തിന് അങ്ങനത്തെ പല ഭാഷകളും തോന്നും. അദ്ദേഹം പറഞ്ഞ ആ തരം, അതായത് ഭിക്ഷാപാത്രവുമായി പ്രേരണാസിന്റെ കാര്യം പറയുമ്പോൾ അങ്ങ് വൈകാരികമാവല്ലേ? വൈകാരികമാവല്ലേ? വസന്ത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ലല്ല, പ്രേരണ സിംഗിന്റെ ബി.ജെ.പി. ബന്ധം അങ്ങ് വൈകാരികമാവല്ലേ? അല്ല, ബി ഗോപാലകൃഷ്ണൻ, പ്രേരണ സിംഗിന്റെ ബി.ജെ.പി. ബന്ധം പറയുമ്പോ അവര് കാണിച്ച പൂരൊക്കെ പറയുമ്പോ അങ്ങ് വൈകാരികമാവല്ലേ? വസന്ത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി ആരാന്ന് പറയാൻ പറ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ചർച്ച മറുപടി അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി നടക്കില്ല, വിടൂല. ഇവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ചുമ്മാ നാഴിക നാളോട് വൃത്തിയുടെ മൊത്തം പറയാം. എന്നിട്ട് ഇവിടെ നിങ്ങൾ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണോ നിങ്ങൾക്ക് വൈകാരിക കുരുവോട്ടൽ? അത് കൈവെക്കേ മോശം. വസ്തു പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അല്ല, വസ്തു പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. കാരണം നിങ്ങൾ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്നു. രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി നിങ്ങൾ അധിക്ഷേപിക്കുന്നു. നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞപ്പോഴേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ ഒരു കാര്യമില്ല. വിട്ടേക്ക്. വസ്തു പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഗോപാലകൃഷ്ണ, എനിക്ക് ചെവിക്ക് പ്രശ്നമൊന്നുമില്ല. കേൾക്ക്, എനിക്ക് ചെവിക്ക് പ്രശ്നമൊന്നുമില്ല. നരേന്ദ്ര ദാമോദർ എനിക്ക് അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. ഹാഷ്മി അദ്ദേഹത്തോട് പറയാം. ഏത് ചാനലായാലും അനുവദിക്കില്ല. ഗോപാലൻ ശരിക്കും പറയാൻ സമ്മതിക്കില്ല. ഒരു പ്രേരണയുടെ ബി.ജെ.പി. കാര്യം ഇത്ര അസ്വസ്ഥനല്ലേ? ബി.പി.ആർ.അല്ലേ? നടന്ന് വസന്ത് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. വസന്ത് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. വസന്ത് പറയൂ. വസന്തിനോട് ചോദ്യം ചോദിച്ചു. അല്ല, വസന്ത് പറയൂ. അയാളുടെ പ്രധാനമന്ത്രി ആരാന്ന് ഉത്തരം പറയാം. അല്ല, വസന്ത് പറയുന്നേ അങ്ങ് ഒരു പ്രേരണയുടെ ബി.ജെ.പി. എന്ന് പറയുമ്പോ ഇത്ര ബി.പി. കൂട്ടല്ലേ? വസന്ത് പറയൂ. അങ്ങ് കുറച്ച് വെള്ളം കുടിക്കൂ, ഞാൻ അപ്പോഴത്തേക്ക് പറയാം. അല്ല, ഈ മണിപ്പൂരിൽ ഇതേ ഇന്ത്യയിലെ 140 കോടിപ്പെടുന്നവർ പരസ്പരം കുത്തിച്ചാകുന്ന സമയത്ത് മൗനം പാലിച്ച പ്രധാനമന്ത്രി മണിപ്പൂർ ജനതയുടെ കൂടി പ്രധാനമന്ത്രിയാണോ എന്ന് പറഞ്ഞാൽ മതി. രാജ്യത്തൊട്ടാകെ സംഘ് പരിവാറുകാർ
നിങ്ങളുടെ സർക്കാരിന്റെ തണലുപയോഗിച്ച് ന്യൂനപക്ഷങ്ങളുടെ മേൽ കുതിര കയറുമ്പോൾ ആ പ്രധാനമന്ത്രി നിശബ്ദനായിരിക്കുമ്പോൾ ആ പ്രധാനമന്ത്രി അവിടെ കൊല ചെയ്യപ്പെടുന്നവരുടെ കൂടെയാണോ? അവരുടെ കൂടി പ്രധാനമന്ത്രിയാണോ നരേന്ദ്ര ദാമോദർദാസ് ഭായി മോദി എന്ന് പറഞ്ഞാൽ മതി. അതിന്റെ കൂടി ഉത്തരം പറഞ്ഞാൽ മതി. അതിന്റെ കൂടി ഉത്തരം പറഞ്ഞാൽ മതി. പിന്നീട് അങ്ങ് ഉപയോഗിച്ചൊരു ഭാഷയുണ്ട്. എന്താണത്? ഉപയോഗിച്ച ഭാഷ ഒരു ബഗ്ഗർ എന്നാണ്. തെണ്ടിത്തരം കാണിക്കുന്ന ആൾ, തെണ്ടി നടക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ മുമ്പിൽ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പിൽ ഭിക്ഷാപാത്രവുമായി നടക്കുന്ന ആരാണെന്ന് അങ്ങ് തന്നെ തീരുമാനിച്ചാൽ മതി. എന്നിട്ട് ആ ഭാഷയും ആ പദപ്രയോഗവും ആർക്കാണ് ചേരുക എന്ന് സ്വയം തീരുമാനിച്ചോ. ആ ബഗ്ഗർ എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് എന്തെങ്കിലും ഭിക്ഷാപാത്രവുമായി നാണമില്ലാതെ നടക്കുന്ന ആരാണെന്ന് തീരുമാനിച്ചാൽ മതി. എപ്സ്റ്റീൻ പറയുമ്പോ ഉടനെ പോയി അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോകുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കൊരു പക്ഷേ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു ഇലക്ഷൻ നരേന്ദ്ര ദാമോദർദാസ് ഭായി മോദി ഇലക്ഷൻ പ്രകാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് ഞാൻ പറഞ്ഞത് ഹീസ് ആൻ RSS റൂട്ടഡ് മാൻ, BJP കാരൻ. അങ്ങനെ BJPയുടെ ടിക്കറ്റിൽ മത്സരിച്ച് പ്രധാനമന്ത്രി ഒരു BJP കാരനായി എന്ന് തന്നെ പറയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മണിപ്പൂരുകാരന്റെ പ്രധാനമന്ത്രി അല്ല അയാൾ. അതാണ് ഞാൻ പറഞ്ഞത്. മണിപ്പൂരിൽ രക്തം ചൊരിയുമ്പോ മണിപ്പൂരിൽ രക്തം ചൊരിഞ്ഞു വീഴുമ്പോ ഈ നാടിന്റെ മനസ്സിലേക്ക് രക്തം വളരെ വ്യക്തമായി അറിയുകയും ചെയ്യാം. ഞാൻ അങ്ങനെ അയച്ചു തരാം തിരികെ ഇടവേളയ്ക്ക് ശേഷം. നേർക്കുന്ന ബന്ധമില്ലെങ്കിൽ കൂടിയും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കും അയ്യപ്പ സംഗമ ക്രമക്കേടിനും പിന്നാലെ മൂന്നാമതായി വരികയാണ് ശബരിമല സ്ത്രീ പ്രവേശനം സുപ്രീം കോടതിയിൽ. ഇതിന്റെ വാദം കേൾക്കുന്നത്, ഇതിന്റെ അനുകൂലമായും എതിർത്തുമുള്ള വാദങ്ങൾ കേൾക്കുന്നത്, നിർണായകമായ വിധി വരാൻ പോകുന്നതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിലാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആ കേസിലെ വിധി എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ, പ്രചരണ വിഷയങ്ങളിൽ ആദ്യ സ്ഥാനം അത് ശബരിമലയ്ക്കാണ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.